ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂയോർക്ക് നഗരത്തിന്റെ ഇരുണ്ട തെരുവുകളിലേക്കാണ്. അധികാരം, പണം, വഞ്ചന, കൂറ് എന്നിവയെല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ലോകം. മാഫിയയുടെ ലോകം. 1920കളിൽ നിരോധന കാലഘട്ടത്തിൽ ഉയർന്നുവന്ന് 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ അമേരിക്കയുടെ ഭൂഗർഭ ലോകത്തെ തന്നെ കയ്യാളിയ ഒരു സാമ്രാജ്യം. ആ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ പേരുകളിലൊന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. സാൽവത്തോർ സമ്മി ദ ബുൾ ഗ്രവാനോ. അമേരിക്കൻ മാഫിയയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ കുടുംബങ്ങളിലൊന്നായ ഗാംബിനോ ക്രൈം ഫാമിലിയുടെ അമരക്കാരനായിരുന്ന ജോൺ ഗോട്ടിയുടെ വലം കൈ. 19 കൊലപാതകങ്ങളിൽ പങ്കാളിയായി അണ്ടർബോസ് എന്ന 2ാം നമ്പർ സ്ഥാനത്തേക്ക് ഉയർന്ന ഒരു ഇതിഹാസം. എന്നാൽ ചരിത്രം സമ്മിയെ ഓർക്കുന്നത് അതിനുവേണ്ടി മാത്രമല്ല. താൻ ജീവന് തുല്യം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത അതേ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് അമേരിക്കൻ മാഫിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസവഞ്ചകനായി മാറിയ വ്യക്തി എന്ന നിലയിലാണ്. 1991-ൽ തന്റെ ബോസായ ജോൺ ഗോട്ടിക്കെതിരെ സർക്കാർ സാക്ഷിയായി മാറിയ സമ്മി അമേരിക്കൻ മാഫിയയുടെ ഘടനയെ തന്നെ തകർത്തു. 40 പേരെ ജയിലിലാക്കി. ഉമർത്ത മാഫിയയുടെ നിശബ്ദതയുടെ പ്രമാണം ലംഘിച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരനായി മാറി. ഒരേ സമയം ഒരു വീരനായകനും ക്രൂരനായ വില്ലനുമാകാൻ ഒരാൾക്കെങ്ങനെ കഴിയും? കൂറിന്റെയും നിയമങ്ങളുടെയും ലോകത്ത് ജീവിച്ചുകൊണ്ടെങ്ങനെയാണ് ഒരാൾക്ക് ഏറ്റവും വലിയ നിയമലംഘകനാകാൻ സാധിക്കുന്നത്? സമ്മി ഗ്രവാനോയുടെ ജീവിതം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഒരു കൊലയാളിയിൽ നിന്ന് മാഫിയയുടെ തലപ്പത്തേക്കുയരുകയും ഒടുവിൽ താൻ പടുത്തുയർത്തിയ സാമ്രാജ്യത്തെ തകർത്തെറിയുകയും ചെയ്ത ഒരാളുടെ കഥയാണിത്. ഈ കഥയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക എങ്ങനെയാണ് ഒരു സാധാരണ തെരുവുവാതുവിന്റെ മകൻ അമേരിക്കയിലെ ഏറ്റവും ശക്തനായ ക്രിമിനലായി മാറിയതെന്നും എങ്ങനെയാണ് സ്വന്തം അതിജീവനത്തിനു വേണ്ടി അവനെല്ലാം ഉപേക്ഷിച്ചതെന്നും. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുള്ള ബെൻസൺ ഹേസ്റ്റ് എന്ന സ്ഥലത്താണ് 1945 മാർച്ച് 12-ന് സാൽവത്തോർ ഗ്രവാനോ ജനിക്കുന്നത്. അമേരിക്കൻ ഇറ്റാലിയൻ കുടിയേറ്റക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരിടം. 2ാം ലോകമഹായുദ്ധം അവസാനിച്ച് മാസങ്ങൾ മാത്രം പിന്നിട്ടിരുന്ന അക്കാലത്ത് അമേരിക്ക പുനർനിർമ്മാണത്തിന്റെ വഴിയിലായിരുന്നു. എന്നാൽ ബ്രൂക്ലിനിലെ ഇറ്റാലിയൻ അയൽപ്പക്കങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സാധാരണമായിരുന്ന ആ കാലഘട്ടത്തിൽ തെരുവുകളായിരുന്നു അവിടുത്തെ കുട്ടികളുടെ കളിസ്ഥലം. നിയമങ്ങൾ പലപ്പോഴും അവിടെ സ്വയം നിർമ്മിക്കപ്പെട്ടു. സമ്മി വളർന്നു വന്നത് കഠിനമായൊരു കുടുംബത്തിലായിരുന്നു. അവന്റെ പിതാവ് ജെറാർഡോ ഗ്രവാനോ ഒരു ചെറിയ ഡ്രസ് മാനുഫാക്ചറിംഗ് ബിസിനസ് നടത്തിയിരുന്നു. എന്നാൽ വരുമാനം പര്യാപ്തമായിരുന്നില്ല. കുടുംബത്തിൽ കാഠിന്യവും അച്ചടക്കവും കർശനമായിരുന്നു. അച്ഛന്റെ മർദ്ദനങ്ങൾ സമ്മിയെ കഠിനനാക്കി. സ്കൂളിൽ പഠിക്കാൻ സമ്മിക്ക് വലിയ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഡിസ്ലെക്സിയ എന്ന പഠനവൈകല്യം അവനെ അക്ഷരങ്ങളിൽ നിന്നകറ്റി. വാക്കുകളും അക്ഷരങ്ങളും കുഴപ്പത്തിലാകുമ്പോൾ അധ്യാപകർ അവനെ മന്ദബുദ്ധിയെന്ന് വിളിച്ചു. കൂട്ടുകാർ കളിയാക്കുമ്പോൾ അവൻ പ്രതികരിച്ചത് കൈകൾ കൊണ്ടായിരുന്നു. ചെറുപ്പത്തിലെ നല്ല ശാരീരിക ക്ഷമതയുണ്ടായിരുന്ന അവനെ മറ്റു കുട്ടികൾ ഭയന്നു. ബോക്സിംഗിൽ അവനുണ്ടായിരുന്ന സ്വാഭാവികമായ കഴിവ് അവനെ തെരുവിൽ ബഹുമാനം നേടാൻ സഹായിച്ചു. ഈ കരുത്താണ് പിൽക്കാലത്ത് അവനെ ദ ബുൾ അഥവാ കാള എന്ന ഇരട്ടപ്പേര് നേടിക്കൊടുത്തത്. അവന്റെ ശരീരപ്രകൃതി മാത്രമല്ല, അവന്റെ സ്വഭാവവും ആക്രമണോത്സുകതയുമായിരുന്നു ഈ പേരിന് കാരണം. 13ാം വയസ്സിൽ തെരുവിലെ മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് അവൻ ദ റാംപേഴ്സ് എന്ന പേരിൽ ഒരു ചെറിയ സംഘം രൂപീകരിച്ചു. ചെറിയ മോഷണങ്ങളും വഴക്കുകളുമായിരുന്നു അവരുടെ പ്രധാന വിനോദം. സിഗരറ്റുകൾ മോഷ്ടിക്കുക, കടകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക, മറ്റു സംഘങ്ങളുമായി ഏറ്റുമുട്ടുക, ഇതായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ സമ്മിക്ക് കൂടുതൽ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കാറുകളോടുള്ള അവന്റെ ആകർഷണം അവനെ വാഹനമോഷണത്തിലേക്ക് നയിച്ചു. അക്കാലത്ത് ബൈക്ക് മോഷ്ടിച്ചതിന് ഒരു പോലീസുകാരൻ അവനെ പിടികൂടി. ആ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് കുതറിയോടാൻ ശ്രമിച്ചപ്പോൾ അവൻ തിരികെ വന്ന് ആ പോലീസുകാരനെ ഇടിച്ചു. 15-കാരനായ ഒരു കുട്ടി ഒരു നിയമപാലകനെ ആക്രമിച്ചത് ചെറിയ കാര്യമായിരുന്നില്ല. എന്നാൽ സമ്മിക്കത് അധികാരത്തോടുള്ള വെല്ലുവിളിയായിരുന്നു. ഇതവന്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു. നിയമവ്യവസ്ഥയോടുള്ള അവന്റെ വെല്ലുവിളി അവിടെ തുടങ്ങി. തെരുവിൽ ബഹുമാനം നേടാൻ അക്രമം ഒരു മാർഗമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. 16ാം വയസ്സിൽ സ്കൂൾ ഉപേക്ഷിച്ച സമ്മി നിർമ്മാണമേഖലയിലും ചെറിയ ജോലികളിലും ഏർപ്പെട്ടു. എന്നാൽ അയൽപ്പക്കത്ത് സുഖകരമായ ജീവിതം നയിക്കുന്ന മാഫിയ അംഗങ്ങളെ കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ വളർന്നു. വില കൂടിയ കാറുകൾ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, ബഹുമാനം, ഇവയെല്ലാം അവനെ ആകർഷിച്ചു. അവന്റെ ജീവിതം
പതിയെ മാഫിയയുടെ ലോകത്തേക്ക് അടുക്കുകയായിരുന്നു. അക്കാലത്ത് ന്യൂയോർക്ക് ഭരിച്ചിരുന്നത് 5 പ്രബലമായ മാഫിയ കുടുംബങ്ങളായിരുന്നു: ഗാംബിനോ, ജിനോവീസ്, ലുക്കേസി, ബൊനാനോ, പിന്നെ കൊളംബോ. ഇവ ഒരുമിച്ച് ലാ കോസ നോസ്ട്ര എന്നോ നമ്മുടെ കാര്യം എന്നോ അറിയപ്പെട്ടു. ഈ കുടുംബങ്ങൾ തമ്മിൽ അധികാരത്തിനും പ്രദേശത്തിനും നിരന്തരം മത്സരമുണ്ടായിരുന്നു. എന്നാൽ ഒരു പൊതുവായ നിയമസംഹിതയുണ്ടായിരുന്നു: ഒമർത്ത, നിശബ്ദതയുടെ പ്രമാണം. സമ്മിക്ക് അന്ന് കൊളംബോ കുടുംബത്തിലെ ചില അംഗങ്ങളുമായി ബന്ധമുണ്ടായി. ഒരു പ്രാദേശിക ബാറിൽ വച്ച് അവൻ അവരെ കണ്ടുമുട്ടി. അവർ അവനോട് ചില ചെറിയ സേവനങ്ങൾ ആവശ്യപ്പെട്ടു: സന്ദേശങ്ങൾ എത്തിക്കുക, കടം ശേഖരിക്കാൻ സഹായിക്കുക. ഈ ചെറിയ ജോലികൾ സമ്മിയെ മാഫിയയുടെ ലോകത്തേക്ക് അടുപ്പിച്ചു. 1960കളുടെ അവസാനത്തിൽ കൊളംബോ കുടുംബത്തിലെ ഒരു അംഗമായ ജോസഫ് കൊളംബോയുടെ ശ്രദ്ധയിൽ സമ്മി പെട്ടു. അവന്റെ ധൈര്യവും എന്തിനും തയ്യാറുള്ള മനോഭാവവും അവർക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ കൊളംബോ കുടുംബത്തിനുവേണ്ടി ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. കടം പിരിച്ചെടുക്കൽ, വാതുവെപ്പു ശേഖരിക്കൽ, സംരക്ഷണ നിരക്ക് എടുക്കൽ ഇവയായിരുന്നു അവന്റെ പ്രാഥമിക ജോലികൾ. എന്നാൽ മാഫിയയുടെ ലോകത്ത് യഥാർത്ഥ ബഹുമാനം നേടണമെങ്കിൽ നിങ്ങളുടെ ബോൺസ് ഉണ്ടാക്കണം, അതായത് ഒരു കൊലപാതകത്തിൽ പങ്കാളിയാകണം. അതാണ് യഥാർത്ഥ യോഗ്യതയുടെ തെളിവ്. 1970-ൽ അവന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു. ഒരു ബാറിലുണ്ടായ തർക്കത്തിനിടയിൽ സമ്മി ഒരാളെ കൊലപ്പെടുത്തി. ജോസഫ് കൊളുച്ചി എന്ന ആളായിരുന്നു ഇര. കൊളംബോ കുടുംബത്തിനെതിരായ ഒരു വിശ്വാസവഞ്ചനയുടെ പേരിൽ ആ വ്യക്തി ശിക്ഷിക്കപ്പെടണമെന്ന് കുടുംബത്തിലെ പ്രമുഖർ തീരുമാനിച്ചിരുന്നു. അതവന്റെ ആദ്യത്തെ കൊലപാതകമായിരുന്നു, എന്നാൽ അവസാനമായിരുന്നില്ല. എന്നാൽ മാഫിയയുടെ ലോകത്ത് അതൊരു കുറ്റകൃത്യമായിരുന്നില്ല, മറിച്ച് യോഗ്യത തെളിയിക്കാനുള്ള ഒരവസരമായിരുന്നു. കൊളംബോ കുടുംബത്തിലെ പ്രമുഖർ ഈ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്ക് സമ്മിയെ കൂടുതൽ ഇഷ്ടമായി. തങ്ങൾക്കുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വിശ്വസ്തനെയാണ് അവർ അവനിൽ കണ്ടത്. സമ്മി ഗ്രവാനോ കൂടുതൽ പ്രധാനപ്പെട്ട ജോലികൾ ഏൽപ്പിക്കാൻ തുടങ്ങി. അവനൊരു സോൾജിയറായി. എന്നാൽ സമ്മി ഗ്രവാനോയുടെ ലക്ഷ്യങ്ങൾ അതിലും വലുതായിരുന്നു. കൊളംബോ കുടുംബത്തിലെ ഒരു സാധാരണ അംഗമായി ഒതുങ്ങാൻ അവൻ തയ്യാറായിരുന്നില്ല. അവന്റെ കണ്ണുകൾ അക്കാലത്തെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ മാഫിയ കുടുംബമായ ഗാംബിനോ ഫാമിലിയിലായിരുന്നു. കാർലോ ഗാംബിനോയുടെ മരണശേഷം പോൾ കാസ്റ്റലാനോ എന്ന അതിശക്തനായ ബോസിന് കീഴിൽ ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഗാംബിനോ കുടുംബത്തിന്റെ ഭാഗമാകാൻ അവൻ അതിയായി ആഗ്രഹിച്ചു. 1976-ൽ അവന്റെ അവസരം വന്നു. ടോഡോ ഔറില്ലോ എന്ന ഗാംബിനോ കുടുംബത്തിലെ ഒരു കാപ്പോ അഥവാ ക്യാപ്റ്റൻ സമ്മിയുടെ കഴിവുകളെക്കുറിച്ച് അറിഞ്ഞു. അവൻ സമ്മിയെ തന്റെ ക്രൂവിലേക്ക് ക്ഷണിച്ചു. സമ്മി ഉടനടി കൊളംബോ കുടുംബം വിട്ട് ഗാംബിനോയിലേക്ക് മാറി. ഇത് മാഫിയ ചരിത്രത്തിൽ അസാധാരണമായിരുന്നു, പക്ഷേ സമ്മിയുടെ കഴിവുകൾ അത്രയധികം വിലമതിക്കപ്പെട്ടു. ഗാംബിനോ കുടുംബത്തിൽ സമ്മി അതിവേഗം ഉയർന്നു. അവൻ നിർമ്മാണ വ്യവസായത്തിൽ ധാരാളം പണം സമ്പാദിക്കാൻ തുടങ്ങി. നിയമവിരുദ്ധ കോൺക്രീറ്റ് കരാറുകൾ, തൊഴിലാളി യൂണിയനുകളുടെ നിയന്ത്രണം, സംരക്ഷണ നിരക്ക് ഇവയിലൂടെ അവൻ ലക്ഷക്കണക്കിനു ഡോളർ സമ്പാദിച്ചു. ആ ആഗ്രഹം അവനെക്കൊണ്ടെത്തിച്ചത് പുതിയ തീരുമാനങ്ങളിലേക്കും പുതിയ വഴികളിലേക്കുമായിരുന്നു. ഒരു പുതിയ അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. ജോൺ ഗോട്ടിയുമായുള്ള കൂട്ടുകെട്ടിന്റെയും അമേരിക്കൻ മാഫിയയുടെ ഏറ്റവും ശക്തനായ അണ്ടർബോസ് ആവാനുമുള്ള യാത്രയുടെയും. കൊളംബോ കുടുംബത്തിൽ നിന്ന് ഗാംബിനോ കുടുംബത്തിലേക്കുള്ള സമ്മി ഗ്രവാനോയുടെ മാറ്റം അത്ര എളുപ്പമായിരുന്നില്ല. മാഫിയയുടെ ലോകത്ത് അഥവാ കൗസാനോസ്ത്രയിൽ ഒരാളൊരു കുടുംബത്തിൽ അംഗമായാൽ അത് ആജീവനാന്ത പ്രതിബദ്ധതയാണ്. ബ്ലഡ് ഇൻ ബ്ലഡ് ഔട്ട് എന്നായിരുന്നു മാഫിയയുടെ മന്ത്രം. രക്തത്തിലൂടെ പ്രവേശിച്ചവർക്ക് പുറത്തുകടക്കാനും രക്തത്തിലൂടെ മാത്രം. കുടുംബം മാറുക എന്നത് അചിന്തനീയമായിരുന്നു. അതിന് 2 കുടുംബങ്ങളിലെയും തലവന്റെ പൂർണ്ണ സമ്മതം ആവശ്യമായിരുന്നു. ഇത്തരമൊരു മാത്രം അനുവദിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെ അപൂർവമായിരുന്നു. എന്നാൽ സമ്മി ഗ്രവാനോയുടെ കാര്യത്തിൽ പ്രത്യേക സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവന്റെ ധൈര്യവും വിശ്വസ്തതയും അവനൊരു മുതൽക്കൂട്ടാകുമെന്ന് ഗാംബിനോ കുടുംബത്തിലെ ചിലർ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ചും ടോഡോ ഔറില്ലോ എന്ന കാപ്പോ സമ്മിയുടെ പൂർണ്ണ സാധ്യതകളിൽ വളരെയധികം വിശ്വസിച്ചു. മാത്രമല്ല, അവന്റെ പഴയ സംഘമായ റാംപേഴ്സ് അപ്പോഴേക്കും ഗാംബിനോ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. സമ്മിയുടെ പഴയ കൂട്ടുകാരും ഗാംബിനോ കുടുംബത്തിൽ ചേർന്നിരുന്നു. ഇത് അവനൊരു എളുപ്പവഴി തുറന്നുകൊടുത്തു. കൊളംബോ കുടുംബത്തിന്റെ തലവനും ഗാംബിനോ കുടുംബത്തിന്റെ തലവനായ പോൾ കാസ്റ്റലാനോയും തമ്മിൽ ചർച്ചകൾ നടന്നു. മാഫിയയുടെ കമ്മീഷൻ
5 കുടുംബങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഉന്നത സമിതി ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. അങ്ങനെ ആവശ്യമായ ചർച്ചകൾക്കും ധാരണകൾക്കും ശേഷം 1976-ൽ സമ്മി ഗ്രവാനോ ഔദ്യോഗികമായി ഗാംബിനോ ക്രൈം ഫാമിലിയുടെ ഭാഗമായി. ന്യൂയോർക്കിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ മാഫിയ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഇതോടെ അവനൊരു മെയിൻഡ് മാൻ അഥവാ അംഗീകൃത അംഗമായി മാറി. മാഫിയയുടെ ലോകത്തിലെ ഏറ്റവും പവിത്രമായ ചടങ്ങാണിത്. ഒരു രഹസ്യമുറിയിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ മുന്നിൽ വച്ച് അവൻ വിശ്വാസ്യതയുടെ പ്രതിജ്ഞയെടുത്തു. ഈ ചടങ്ങ് നൂറ്റാണ്ടുകളായി സിസിലിയിൽ നിന്ന് പകർത്തിയതാണ്. അതിന് വളരെയധികം പ്രതീകാത്മകതയുണ്ടായിരുന്നു. അവന്റെ വിരലിൽ നിന്ന് ഒരു തുള്ളി രക്തമെടുത്ത് ഒരു വിശുദ്ധന്റെ ചിത്രത്തിൽ പുരട്ടി ആ ചിത്രം കത്തിക്കും. പല വേളകളിലും വിർജിൻ മേരിയുടെ ചിത്രമോ മറ്റു കത്തോലിക്ക വിശുദ്ധന്മാരുടെ ചിത്രങ്ങളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കത്തുന്ന ചിത്രവും കയ്യിൽ പിടിച്ച് അവൻ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യും: ഞാൻ എന്റെ സുഹൃത്തുക്കളെ വഞ്ചിച്ചാൽ ഈ വിശുദ്ധനെപ്പോലെ എന്റെ ആത്മാവും നരകത്തിലെരിയട്ടെ. അന്നുമുതൽ സമ്മി ഗ്രവാനോ കുടുംബത്തോട് സമ്പൂർണ്ണ വിശ്വാസത പുലർത്തും. കുടുംബം എല്ലാറ്റിനും മുകളിലാണ്. സ്വന്തം കുടുംബം, സുഹൃത്തുക്കൾ എല്ലാറ്റിനും മുകളിൽ. ജീവിതകാലം മുഴുവൻ പാലിക്കേണ്ട നിശബ്ദതയുടെ നിയമമായ ഒമർത്ത അവൻ അവിടെ വച്ച് സ്വീകരിച്ചു. പോലീസിനോ ഗവൺമെന്റിനോ മറ്റാർക്കുമെതിരായി സാക്ഷ്യപ്പെടുകയില്ലെന്നും കുടുംബത്തിന്റെ രഹസ്യങ്ങൾ ജീവിതാന്ത്യം വരെ സൂക്ഷിക്കുമെന്നും അവൻ പ്രതിജ്ഞ ചെയ്തു. ഈ നിയമം ലംഘിച്ചാൽ ശിക്ഷ മരണമാണ്, അതും ക്രൂരമായ മരണം. എന്നാൽ കാലം കാത്തുവച്ചത് ഈ പ്രതിജ്ഞയുടെ ലംഘനത്തിന്റെ കഥയായിരുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം സമ്മി ഗ്രവാനോ അമേരിക്കൻ മാഫിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസവഞ്ചകനായി മാറും. എന്നാൽ അന്ന് 1976-ൽ ആ രഹസ്യമുറിയിൽ വെച്ച് അവൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചു. തന്റെ പ്രതിജ്ഞയിൽ ഗാംബിനോ കുടുംബത്തോടുള്ള കൂറ് അവന്റെ ജീവിതമായി മാറി. ഗാംബിനോ കുടുംബത്തിൽ ചേർന്നതോടെ സാമി ഗ്രവാനോയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. അവനൊരു സാധാരണ കൊലയാളി മാത്രമായിരുന്നില്ല, മറിച്ച് അതിബുദ്ധിമാനായ ഒരു വ്യവസായി കൂടിയായിരുന്നു. പല മാഫിയ അംഗങ്ങളും അക്രമത്തിലും ഭീഷണിയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സാമി പണമുണ്ടാക്കാനുള്ള നൂതനമായ മാർഗങ്ങൾ കണ്ടെത്തി. ന്യൂയോർക്കിലെ നിർമ്മാണ മേഖലയിലായിരുന്നു അവന്റെ പ്രധാന ശ്രദ്ധ. 1970കളിലെയും 80കളിലെയും ന്യൂയോർക്ക് നിർമ്മാണ കുതിപ്പിന്റെ കാലഘട്ടമായിരുന്നു. വെൽഗ് ട്രേഡ് സെന്റർ, സിറ്റി കോർപ്പ് സെന്റർ, ട്രംപ് ടവർ, ഇങ്ങനെ പല മഹാസൗധങ്ങളും ഉയർന്നുവരുന്ന കാലം. ഓരോ പ്രോജക്റ്റിലും കോടിക്കണക്കിന് ഡോളർ നീങ്ങി. സാമി ഗ്രവാനോയും മറ്റു മാഫിയ അംഗങ്ങളും ഈ വ്യവസായത്തെ തങ്ങളുടെ കൈകളിലാക്കി. യൂണിയനുകളെ നിയന്ത്രിച്ചും നിർമ്മാണ കമ്പനികളെ ഭീഷണിപ്പെടുത്തിയും അവൻ കോടിക്കണക്കിന് ഡോളറുകൾ സമ്പാദിച്ചു. കോൺക്രീറ്റ് ക്ലബ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു കാർട്ടലിന്റെ ഭാഗമായിരുന്നു സാമി. ന്യൂയോർക്കിലെ എല്ലാ വലിയ നിർമ്മാണ പ്രോജക്റ്റുകളിലും കോൺക്രീറ്റ് വിതരണം ഏതാനും കമ്പനികൾ നിയന്ത്രിച്ചു. ഈ കമ്പനികളെല്ലാം മാഫിയയുടെ പിടിയിലായിരുന്നു. ഏതെങ്കിലും കരാറുകാരൻ മാഫിയയുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ തൊഴിലാളികൾ സമരം ചെയ്യും, മെറ്റീരിയൽ വിതരണം നിലയ്ക്കും, യന്ത്രങ്ങൾ തകർക്കപ്പെടും. അങ്ങനെ എല്ലാവരും വിധേയത്വം സമ്മതിച്ചു. അധികം വൈകാതെ അവൻ സ്വന്തമായൊരു ഡ്രൈവോൾ ആൻഡ് പ്ലംബിംഗ് കമ്പനി തുടങ്ങി, രാമ കൺസ്ട്രക്ഷൻ കമ്പനി. നിയമത്തിന്റെ കണ്ണിൽ അതൊരു സാധാരണ ബിസിനസ് സ്ഥാപനമായിരുന്നു. എന്നാൽ അതിന്റെ മറവിൽ നടന്നത് കോടികളുടെ അവിഹിത ഇടപാടുകളായിരുന്നു. പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ്, കിക്ക് ബാക്കുകൾ എല്ലാം നടന്നു. ഒരു പ്രോജക്റ്റിന്റെ 2% ഗ്രവാനോയുടെ പോക്കറ്റിലേക്ക് പോകുമായിരുന്നു. അവന്റെ ഈ കഴിവ് അവനെ ഗാംബിനോ കുടുംബത്തിലെ ഏറ്റവും മികച്ച ഏണർമാരിൽ, അതായത് പണം സമ്പാദിക്കുന്നവരിൽ ഒരാളാക്കി മാറ്റി. ആഴ്ചതോറും ദശലക്ഷങ്ങൾ കണക്കിന് ഡോളറുകൾ ഗാംബിനോ കുടുംബത്തിന്റെ ട്രഷറിയിലേക്ക് ഒഴുകി. അതിൽ വലിയൊരു ഭാഗം സാമി ഗ്രവാനോയുടെ ഓപ്പറേഷനുകളിൽ നിന്നായിരുന്നു. അതേസമയം അവൻ തന്റെ ക്രൂരതയും നഷ്ടപ്പെട്ടില്ല. ആവശ്യമുള്ളപ്പോൾ അവൻ നിഷ്കരുണം കൊലയാളിയായി മാറി. കടമടയ്ക്കാത്തവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. ഇതേ കാലഘട്ടത്തിലാണ് സാമി ഗ്രവാനോ ജോൺ ഗോട്ടി എന്ന മറ്റൊരു ഗാംബിനോ അംഗവുമായി അടുക്കുന്നത്. ഗോട്ടി സാമിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന, ജനശ്രദ്ധ ആകർഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. അയാളെ ഡാപ്പർ ഡോൺ എന്നും ടെഫ്ലോൺ ഡോൺ എന്നും വിളിച്ചു. അർമാനി സ്യൂട്ടുകൾ, കസ്റ്റം ടൈലേഡ് ഷർട്ടുകൾ, വിലയേറിയ ഷൂസുകൾ, ഇങ്ങനെ അയാളുടെ വാർഡ്രോബ് ഒരു ചലച്ചിത്ര നടന്റേതുപോലെയായിരുന്നു. സാമി ആകട്ടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്ന, സാധാരണ വസ്ത്രങ്ങൾ ധരിക്കുന്ന, തെരുവുകാരനെപ്പോലെ പെരുമാറുന്ന ഒരാളായിരുന്നു. എന്നാൽ അധികാരത്തോടുള്ള ആർത്തിയിലും ക്രൂരതയിലും അവർ രണ്ടുപേരും ഒരുപോലെയായിരുന്നു. ഗോട്ടി ഒരു കാപ്പോ ആയിരുന്നു, അതായത് സോൾജിയേഴ്സിന്റെ ഒരു ക്രൂവിന്റെ നേതാവ്. സാമിയും അയാളുടെ ക്രൂവിൽ ഒരു പ്രധാന അംഗമായി മാറി. അവർ ഒരുമിച്ച് പല ഓപ്പറേഷനുകളും നടത്തി. ഹൈജാക്കിംഗ്, റാക്കറ്റിയറിംഗ്, വാത്തുവെപ്പ് എല്ലാറ്റിലും അവർ പങ്കാളികളായി.
സമയം കഴിയുംതോറും അവരുടെ സൗഹൃദം ആഴമുള്ളതായി. ഗോട്ടി സാമിയെ തന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തായി കണ്ടു. സാമിയും ഗോട്ടിയുടെ ധൈര്യത്തെയും നേതൃത്വ പാടവത്തെയും ആദരിച്ചു. എന്നാൽ അക്കാലത്ത് ഗാംബിനോ കുടുംബത്തിൽ ഒരു കൊടുങ്കാറ്റ് വീശാൻ പോകുകയായിരുന്നു. അക്കാലത്ത് ഗാംബിനോ കുടുംബത്തിന്റെ തലവൻ പോൾ കാസ്റ്റലാനോ ആയിരുന്നു. 1976-ൽ കാർലോ ഗാംബിനോയുടെ മരണശേഷം കാസ്റ്റലാനോ അധികാരത്തിലേറി. കാസ്റ്റലാനോ ഒരു പഴയ തലമുറയിലെ മാഫിയ തലവനായിരുന്നു. അയാൾ ഒരു സൂത്രധാരിയായിരുന്നു, തീവ്രവാദിയല്ല. പൊതുശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞുമാറി സ്റ്റാറ്റൻ ഐലൻഡിലെ തന്റെ മാളികയിൽ, അതായത് വൈറ്റ് ഹൌസ് എന്ന് വിളിക്കപ്പെട്ട അതിലിരുന്നാണ് അയാൾ സാമ്രാജ്യം നിയന്ത്രിച്ചത്. അയാളൊരു ബിസിനസ്സുകാരനെ പോലെയായിരുന്നു. സ്യൂട്ടും ടൈയും ധരിച്ച് വലിയ കോർപ്പറേറ്റ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതുപോലെ തന്റെ മാഫിയ കാര്യങ്ങൾ നടത്തി. എന്നാൽ ജോൺ ഗോട്ടി പോലുള്ള തെരുവിലെ പടയാളികൾക്ക് കാസ്റ്റലാനോയോട് പുച്ഛമായിരുന്നു. കാസ്റ്റലാനോ തെരുവിൽ നിന്ന് ഉയർന്നുവന്നയാളല്ല. കാർലോ ഗാംബിനോയുടെ മരുമകനായതുകൊണ്ടാണ് അയാൾ അധികാരത്തിലെത്തിയത് എന്നായിരുന്നു പലരുടെയും വിശ്വാസം. തെരുവിലെ സമരങ്ങളിൽ പങ്കെടുക്കാതെ കേവലം ബന്ധത്താൽ അധികാരത്തിലെത്തിയ ഒരാൾ എന്ന് അവർ അയാളെ കണ്ടു. ഈ അകൽച്ചയ്ക്ക് പ്രധാനമായും 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, കാസ്റ്റലാനോ മയക്കുമരുന്ന് ഇടപാടുകൾക്ക് കർശനമായ വിലക്ക് ഏർപ്പെടുത്തി. ഇത് ലംഘിക്കുന്നവർക്ക് ശിക്ഷ മരണമായിരുന്നു. കാസ്റ്റലാനോയുടെ ഈ നിയമം യുക്തിസഹമായിരുന്നു. ഹെറോയിൻ ഇടപാടുകൾ FBI-യുടെയും മറ്റ് നിയമപാലകരുടെയും കടുത്ത ശ്രദ്ധയാകർഷിച്ചിരുന്നു. മയക്കുമരുന്ന് കേസുകളിൽ ജയിൽ ശിക്ഷകൾ കനത്തതായിരുന്നു. അതും ജയിലിൽ ഒമേർത്ത തകർക്കാൻ പലരെയും പ്രേരിപ്പിച്ചു. എന്നാൽ ജോൺ ഗോട്ടിയും അവന്റെ സംഘവും രഹസ്യമായി മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിരുന്നു. അവരുടെ ക്രൂവിൽ ചിലർ ഹെറോയിൻ വിൽപ്പനയിൽ ഏർപ്പെട്ടിരുന്നു. അവർക്ക് കിട്ടിയ ലാഭത്തിന്റെ ഒരു ഭാഗം ഗോട്ടിക്ക് പോകുമായിരുന്നു. ഇത് കാസ്റ്റലാനോയുടെ ചെവിയിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഉടൻ തന്നെ അവരുടെ മരണവാറന്റ് ഒപ്പുവയ്ക്കപ്പെടും. രണ്ടാമതായി, കാസ്റ്റലാനോയുടെ പെരുമാറ്റം പലർക്കും ഇഷ്ടമായിരുന്നില്ല. മാഫിയയുടെ പഴയ നിയമങ്ങളിൽ കുടുംബത്തോടുള്ള ബഹുമാനവും വിശ്വാസ്യതയും എല്ലാറ്റിനുമുപരിയായിരുന്നു. എന്നാൽ ക്യാൻസർ ബാധിച്ച ഭാര്യ മരണക്കിടക്കയിലായിരുന്നപ്പോൾ കാസ്റ്റലാനോ തന്റെ വീട്ടിലെ ജോലിക്കാരിയുമായി പ്രണയത്തിലായിരുന്നു. ഗ്ലോറിയ ഒർലാട്ടെ എന്ന കൊളംബിയൻ സ്ത്രീ. ഭാര്യ അവസാന ശ്വാസമെടുക്കുന്നതിനിടയിൽ കാസ്റ്റലാനോ മറ്റൊരു സ്ത്രീയുമായി സമയം ചെലവഴിച്ചു. മാഫിയയുടെ നിയമങ്ങൾ പ്രകാരം ഇത് വലിയൊരു അപമാനമായി കണക്കാക്കപ്പെട്ടു. മാത്രമല്ല, കാസ്റ്റലാനോ തന്റെ പഴയ സുഹൃത്തുക്കളെ അവഗണിച്ചു, അവർക്ക് യോഗ്യമായ ബഹുമാനം നൽകാതിരുന്നു. അയാൾ തന്റെ വലിയ മാളികയിൽ അന്യരെപ്പോലെ ജീവിച്ചു. തെരുവുകാരെ കാണാനോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ സമയമില്ല. ഇത്തരം കാരണങ്ങൾ കൊണ്ട് കുടുംബത്തിനുള്ളിൽ കാസ്റ്റലാനോക്കെതിരെ ഒരു അസംതൃപ്തി പുകഞ്ഞുകൊണ്ടിരുന്നു. സാമി ഗ്രവാനോയും കാസ്റ്റലാനോയുടെ ഭരണത്തിൽ അസംതൃപ്തനായിരുന്നു. കാസ്റ്റലാനോ തന്നെപ്പോലുള്ള തെരുവു പോരാളികളെ ബഹുമാനിക്കുന്നില്ലെന്ന് സാമിക്ക് തോന്നി. കഠിനാധ്വാനം ചെയ്ത് കോടികൾ സമ്പാദിച്ച് കുടുംബത്തിന് നൽകുന്നവരെ അവഗണിക്കുന്നു എന്ന് അവന് തോന്നി. ഈ സാഹചര്യത്തിലാണ് ഗോട്ടിയും സാമിയും കൂടുതൽ അടുത്തത്. അവർ തമ്മിൽ രഹസ്യ ചർച്ചകൾ നടത്താൻ തുടങ്ങി. കാസ്റ്റലാനോയെക്കുറിച്ചുള്ള അവരുടെ പരാതികൾ കൂടിക്കൂടി വന്നു. ഗോട്ടിയുടെ ധൈര്യവും നേതൃത്വപാഠവും സമ്മിയിൽ മതിപ്പുളവാക്കി. ഗോട്ടി ഭയരഹിതനായിരുന്നു. അയാൾ തുറന്നു പറയുന്ന ആളായിരുന്നു. അധികാരത്തെ വെല്ലുവിളിക്കാൻ മടിക്കാത്തവനായിരുന്നു. സമ്മിയിലാകട്ടെ തനിക്ക് വിശ്വസ്തനായ കരുത്തനായ ഒരു പോരാളിയെ ഗോട്ടി കണ്ടെത്തി. സമ്മി വാക്കുകളല്ല, പ്രവൃത്തിയിലൂടെ സംസാരിക്കുന്ന ആളായിരുന്നു. ആവശ്യമുള്ളപ്പോൾ അവൻ ഏത് ഭീകരകൃത്യവും ചെയ്യാൻ തയ്യാറായിരുന്നു. 1985-ൽ സ്ഥിതി കൂടുതൽ സങ്കീർണമായി. FBI ഗോട്ടിയുടെ സംഘത്തിലെ അംഗമായ ആഞ്ചലോ റുഗ്ഗിയേറോയുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നുണ്ടായിരുന്നു. മാസങ്ങളോളം ഒളിഞ്ഞിരുന്ന് അവർ ഈ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തു. ഈ സംഭാഷണങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ FBI-ക്ക് ലഭിച്ചു. മാത്രമല്ല, ആ സംഭാഷണങ്ങളിൽ കാസ്റ്റലാനോയെക്കുറിച്ച് അപമാനകരമായ പരാമർശങ്ങളുമുണ്ടായിരുന്നു. റുഗ്ഗിയേറോ കാസ്റ്റലാനോയെ അവഹേളിച്ചും പരിഹസിച്ചും സംസാരിച്ചിരുന്നു. ഈ ടേപ്പുകൾ കാസ്റ്റലാനോയുടെ കയ്യിൽ കിട്ടിയാൽ തന്റെയും സംഘത്തിന്റെയും ഭരണം ഉറപ്പാണെന്ന് ഗോട്ടിക്ക് മനസ്സിലായി. മയക്കുമരുന്നിടപാടുകളും ബോസിനെ അപമാനിച്ചതും രണ്ടിനും ശിക്ഷ മരണമായിരുന്നു. FBI ആ ടേപ്പുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ കാസ്റ്റലാനോ അവ കേൾക്കും. അപ്പോൾ ഗോട്ടിയുടെയും അവന്റെ മുഴുവൻ ക്രൂവിന്റെയും ദിവസങ്ങൾ എണ്ണപ്പെട്ടതായിരിക്കും. കാസ്റ്റലാനോ തന്നെ കൊല്ലുന്നതിനു മുൻപ് താൻ കാസ്റ്റലാനോയെ വകവരുത്തണം. ഗോട്ടി തീരുമാനിച്ചു. പക്ഷെ ഒരു മാഫിയ കുടുംബത്തിന്റെ തലവനെ കൊല്ലുന്നത് അചിന്തനീയമാണ്. അത് മാഫിയയുടെ കമ്മീഷന്റെ അനുമതിയില്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അതിനെ കുടുംബത്തിലെ മറ്റു പ്രമുഖരുടെ പിന്തുണ കൂടിയേ തീരൂ. ഗോട്ടി സഹായത്തിനായി സമീപിച്ചത് തന്റെ പുതിയ സുഹൃത്തിനെയായിരുന്നു, സമ്മി ദ ബുൾ ഗ്രവാനോ. രാത്രിയിൽ രഹസ്യ മീറ്റിംഗുകളിൽ, നിയോൺ ലൈറ്റുകൾ മിന്നുന്ന സോഷ്യൽ ക്ലബ്ബുകളിൽ
ഗോട്ടിയും സമ്മിയും പദ്ധതികൾ തീർത്തു. അവർ മറ്റ് അസന്തുഷ്ടരായ കാപ്പുകളിലും സമീപിച്ചു. ഫ്രാങ്ക് ഡിസീക്കോ, ജോസഫ് ആർമോൺ ഇവരെല്ലാം പദ്ധതിയിൽ ചേർന്നു. കാസ്റ്റലാനോയെ കൊല്ലുകയും ഗോട്ടി പുതിയ ബോസാകുകയും ചെയ്യുമെന്ന് അവർ തീരുമാനിച്ചു. അമേരിക്കൻ മാഫിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചനയ്ക്ക് അവിടെ തിരിതെളിഞ്ഞു. ഒരു മാസങ്ങൾക്കുള്ളിൽ മാൻഹാട്ടന്റെ തെരുവുകളിൽ രക്തം ചൊഴിയപ്പെടും. മാഫിയയുടെ ചരിത്രം മാറിമറിയും. സമ്മി ഗ്രവാനയുടെ ജീവിതം ഒരിക്കലും തിരിച്ചുവരാത്ത ഒരു വഴിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരു മാഫിയ കുടുംബത്തിന്റെ തലവനെ ഇല്ലാതാക്കുക എന്നത് ചില്ലറ കാര്യമല്ല. മാഫിയയുടെ ലോകത്ത് ഏറ്റവും വലിയ പാപമായി കണക്കാക്കുന്നതും അതുതന്നെയാണ്. അതിനെ കോസാനോസ്ത്രയുടെ ഭരണസമിതിയായ ദ കമ്മീഷന്റെ അനുമതി വേണം. 1931 സാൽവാറ്റോർ മരാൻസാനോയുടെ കൊലപാതകത്തിന് ശേഷം ലക്കി ലൂസിയാനോ രൂപീകരിച്ച ഈ സമിതി 5 കുടുംബങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്താനും തർക്കങ്ങൾ പരിഹരിക്കാനും സ്ഥാപിതമായതാണ്. അനുമതിയില്ലാതെ ഒരു തലവനെ തൊട്ടാൽ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശിക്ഷ മരണം തന്നെയായിരിക്കും. ഇത് മാഫിയയുടെ അബൽഹിതമായ നിയമമായിരുന്നു. എന്നാൽ കാസ്റ്റലാനോയുടെ കാര്യത്തിൽ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. മറ്റ് 4 കുടുംബങ്ങളിലെയും തലവന്മാർക്ക് പരാതികളുണ്ടായിരുന്നു. കാസ്റ്റലാനോയുടെ അഹങ്കാരവും ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശൈലിയും പരമ്പരാഗത മാഫിയ മൂല്യങ്ങളോടുള്ള നിസ്സംഗതയും അവരിൽ പലർക്കും ഇഷ്ടമായിരുന്നില്ല. കാസ്റ്റലാനോ തന്റെ വലിയ മാളികയിൽ താമസിച്ചു, വിലകൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു, സാധാരണ സോൾജിയേഴ്സുമായി ബന്ധപ്പെട്ടില്ല. അയാൾ കോർപ്പറേറ്റ് ബിസിനസ്സുകാരനെ പോലെയാണ് പെരുമാറിയത്, ഗുണ്ടാ സംഘത്തിന്റെ തലവനെ പോലെയല്ല. കൂടാതെ തന്റെ വീട്ടുവേലക്കാരിയായ ഗ്ലോറിയ ഒലാർട്ടെയുമായുള്ള അവന്റെ ബന്ധം കുടുംബത്തിനകത്ത് അനാദരവായി കാണപ്പെട്ടു. സ്വന്തം ഭാര്യയെ അവഗണിച്ച് മറ്റൊരു സ്ത്രീയുമായി പരസ്യമായി കഴിയുന്നത് പരമ്പരാഗത മാഫിയ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ഈ സാഹചര്യം ജോൺ ഗോട്ടി മുതലെടുത്തു. ഗോട്ടി ഒരു മിടുക്കനായ രാഷ്ട്രീയക്കാരനായിരുന്നു. ലുക്കേസി, കൊളംബോ, ബൊനാന കുടുംബങ്ങളിലെ ചില പ്രമുഖരുമായി അയാൾ രഹസ്യമായി ചർച്ചകൾ നടത്തി. കാസ്റ്റലാനോയെ മാറ്റേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണെന്ന് അയാൾ അവരെ ധരിപ്പിച്ചു. അവന്റെ വാദം ലളിതമായിരുന്നു. കാസ്റ്റലാനോയുടെ സ്റ്റൈൽ മാഫിയയുടെ പരമ്പരാഗത മൂല്യങ്ങൾക്ക് എതിരാണ്. അയാൾ അഹങ്കാരിയും വേർപിരിഞ്ഞു നിൽക്കുന്നവനുമാണ്. കൂടാതെ ഗവൺമെന്റ് അന്വേഷണങ്ങൾ മൂലം കുടുംബത്തെ അപകടത്തിലാക്കുകയാണ്. ഔദ്യോഗികമായി കമ്മീഷൻ അംഗീകരിച്ചില്ല, എന്നാൽ അവർ മൗനത്തിലൂടെ തങ്ങളുടെ സമ്മതം അറിയിച്ചു. നമുക്കൊന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതായത് കാസ്റ്റലാനോയെ കൊല്ലുന്നതിനെ എതിർക്കുകയില്ല, ആ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുകയുമില്ല എന്നവർ വ്യക്തമാക്കി. ഗോട്ടിക്ക് വേണ്ടത് അത്രമാത്രമായിരുന്നു, അവരുടെ നിഷ്ക്രിയത. ഇനി വേണ്ടത് കൃത്യമായൊരു പദ്ധതിയായിരുന്നു. ഇവിടെയാണ് സമ്മി ഗ്രവാനോയുടെ പങ്ക് നിർണായകമായത്. സമ്മി ഒരു തന്ത്രശാലിയായ ആസൂത്രകനായിരുന്നു. അക്രമം മാത്രമല്ല, അതെങ്ങനെ, എപ്പോൾ, എവിടെ നടപ്പിലാക്കണം എന്ന കാര്യത്തിലും അവന് വൈദഗ്ധ്യമുണ്ടായിരുന്നു. കാസ്റ്റലാനോയുടെ ഓരോ നീക്കവും അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. എവിടെ പോകുന്നു, ആരെ കാണുന്നു, എപ്പോൾ സുരക്ഷ കുറവായിരിക്കും, ഏതു റൂട്ട് ഉപയോഗിക്കുന്നു, എത്ര ബോഡിഗാർഡുകൾ കൂടെയുണ്ട് എന്നെല്ലാം അവർ പഠിച്ചു. ആഴ്ചകളോളം നിരീക്ഷണം നടന്നു. കാസ്റ്റലാനോയുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി. അവന്റെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റുകൾ, അവൻ പതിവായി പോകുന്ന സ്ഥലങ്ങൾ, അവൻ വിശ്വസിക്കുന്നവർ എല്ലാം സൂക്ഷ്മമായി വിശകലനം ചെയ്തു. സമ്മി തന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു, വിജയകരമായൊരു കൊലപാതകം 90% ആസൂത്രണവും 10% നിർവഹണവുമാണ്. ഒടുവിൽ ആ ദിവസം വന്നെത്തി. 1985 ഡിസംബർ 16. മാൻഹാട്ടനിലെ തിരക്കേറിയ മിഡ്ടൗണിലുള്ള സ്പാർക്സ് ടീക്ക് ഹൗസിൽ അന്ന് വൈകുന്നേരം കാസ്റ്റലാനോയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു സാധാരണ ബിസിനസ് മീറ്റിംഗ്. അവൻ പതിവായി വരാറുള്ളൊരു സ്ഥലം. ഈ അവസരം മുതലെടുക്കാൻ ഗോട്ടിയും സംഘവും തീരുമാനിച്ചു. പൊതുസ്ഥലത്തുള്ള ഒരു കൊലപാതകം അപകടകരമാണ്, എങ്കിലും അതിനൊരു സന്ദേശവും നൽകുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ഭയമില്ല, ഞങ്ങൾക്കെവിടെയും എല്ലാവർക്കും എത്താം. അതൊരു തണുത്ത ഡിസംബർ വൈകുന്നേരമായിരുന്നു. താപനില 40 ഡിഗ്രി ഫാരൻഹീറ്റിനടുത്തായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി അണിഞ്ഞൊരുങ്ങിയ ന്യൂയോർക്ക് നഗരം. തെരുവുകളിൽ ആളുകൾ സാധനങ്ങൾ വാങ്ങാനും പ്രിയപ്പെട്ടവരെ കാണാനുമായി തിക്കിത്തിരക്കുന്നു. കടകളിലെ വിൻഡോ ഡിസ്പ്ലേകൾ ആഘോഷാന്തരീക്ഷം സൃഷ്ടിച്ചു. നഗരത്തിന്റെ വായുവിൽ സന്തോഷവും പ്രതീക്ഷയും നിറഞ്ഞിരുന്നു. ആരുമറിഞ്ഞില്ല, ആ തിരക്കിനിടയിൽ അമേരിക്കൻ മാഫിയയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരു നാടകത്തിന്റെ അവസാന രംഗങ്ങൾ അരങ്ങേറാൻ പോവുകയാണെന്ന്. 46ാമത് സ്ട്രീറ്റിലും 3ാം അവന്യൂവിലുമുള്ള സ്പാർക്സ് സ്റ്റീക്ക് ഹൗസ് ന്യൂയോർക്കിലെ പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റായിരുന്നു. മികച്ച സ്റ്റീക്കുകൾക്കും ആഡംബരപൂർണമായ അന്തരീക്ഷത്തിനും പ്രശസ്തമായ ഒരിടം. മാഫിയ അംഗങ്ങൾ പതിവായി വരുന്ന സ്ഥലവും. പദ്ധതിയുടെ എല്ലാ മേൽനോട്ടവും സമ്മി ഗ്രവാനോയ്ക്കായിരുന്നു. 4 പേരടങ്ങുന്ന ഒരു കൊലയാളി സംഘത്തെ അവർ തയ്യാറാക്കി. ജോൺ കാർനെഗ്ലിയ, എഡി ലിനോ, വിൻസി ആർട്ടിസോ,
സാൽവട്ടോർ സ്കാല എന്നിവരായിരുന്നു അവർ. എല്ലാവരും പരിചയസമ്പന്നരായ കൊലയാളികളും വിശ്വസ്തരുമായിരുന്നു. എല്ലാവരും നീളമുള്ള ട്രെഞ്ച് കോട്ടുകളും തൊപ്പികളും ധരിച്ചിരുന്നു. റഷ്യൻ ശൈലിയിലുള്ള ആ രോമങ്ങൾ കൊണ്ട് നിർമ്മിച്ച തൊപ്പികൾ അവരുടെ മുഖം മറയ്ക്കാൻ സഹായിച്ചു. കോട്ടുകൾക്കുള്ളിൽ അവരുടെ സെമി ഓട്ടോമാറ്റിക് പിസ്റ്റലുകളും സൈലൻസറുകളും ഒളിപ്പിച്ചുവച്ചിരുന്നു. വൈകുന്നേരം ഏകദേശം 5:25-ന് പോൾ കാസ്റ്റലാനെയും അവന്റെ പുതിയ അംഗരക്ഷകനും ഡ്രൈവറുമായ ടോമി ബിലോട്ടിയും തങ്ങളുടെ കറുത്ത ലിങ്കൺ കാറിൽ സ്പാർക്സ് സ്റ്റീക്ക് ഹൌസിന് മുന്നിലെത്തി. അവന്റെ സാധാരണ ബോഡിഗാർഡുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ടോമി ബിലോട്ടി അവന്റെ സഹോദരിപുത്രന്റെ ഭർത്താവും പുതിയ ഡ്രൈവറുമായിരുന്നു. അനുഭവം കുറവായിരുന്നു. കാർ നിർത്തിയതും തെരുവിൽ കാത്തുനിന്ന കൊലയാളി സംഘം അവർക്ക് നേരെ പാഞ്ഞെടുത്തു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ വെടിയുണ്ടകൾ വർഷിച്ചു. കാറിൽ നിന്നിറങ്ങാൻ ശ്രമിക്കുകയായിരുന്ന കാസ്റ്റലാനയുടെ തലയിലേക്കും ശരീരത്തിലേക്കും നിരവധി വെടിയുണ്ടകൾ തുളച്ചുകയറി. 10 ഷോട്ടുകൾ. അയാളുടെ തലയിൽ 6ഉം ശരീരത്തിൽ 4ഉം. അയാൾ തൽക്ഷണം മരിച്ചു. 70 വയസ്സുള്ള മാഫിയ രാജാവ് ന്യൂയോർക്കിലെ തെരുവിൽ രക്തത്തിൽ കുളിച്ചു വീണു. ഡ്രൈവർ സീറ്റിലിരുന്ന ടോമി ബിലോട്ടിക്കും രക്ഷപ്പെടാനായില്ല. കാറിനുള്ളിൽ തന്നെ അവൻ വെടിയേറ്റു മരിച്ചു. രണ്ടുപേരും മൊത്തം 15 സെക്കൻഡിനുള്ളിൽ കൊല്ലപ്പെട്ടു. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ തെരുവിൽ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കെ വെറും 1 മിനിറ്റിനുള്ളിൽ ഗാംബീനോ കുടുംബത്തിന്റെ രാജാവും മന്ത്രിയും കൊല്ലപ്പെട്ടു. ഷോപ്പിംഗ് നടത്തുന്നവർ ഭയന്നോടി. വെടിയൊച്ച കേട്ട എല്ലാവരും പരിഭ്രാന്തരായി. എന്നാൽ കൊലയാളികൾ ശാന്തമായി കാറുകളിൽ കയറി അപ്രത്യക്ഷരായി. കൊലപാതകം നടക്കുമ്പോൾ ജോൺ ഗോട്ടിയും സമ്മി ഗ്രവാനോയും തെരുവിന്റെ മറുഭാഗത്ത് ഒരു കാറിലിരുന്ന് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു. അവർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തില്ല. പക്ഷേ എല്ലാം കൃത്യമായി നടപ്പിലാക്കപ്പെട്ടു എന്നുറപ്പുവരുത്തുകയായിരുന്നു. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി കൊലയാളികൾ രക്ഷപ്പെട്ടു എന്നുറപ്പായപ്പോൾ അവർ ആ കാർ സാവധാനം ഓടിച്ചുപോയി. കാസ്റ്റലാനയുടെ മൃതദേഹത്തിന് അരികിലൂടെ കടന്നുപോകുമ്പോൾ ഗോട്ടി ഒരു നിമിഷം നോക്കി. അവന്റെ മുഖത്ത് വിജയത്തിന്റെ ചിരിയുണ്ടായിരുന്നു. സ്യൂട്ട് ധരിച്ച കാസ്റ്റലാനോ തെരുവിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഗോട്ടിക്ക് തന്റെ വിജയം അനുഭവപ്പെട്ടു. അത് വെറുമൊരു കൊലപാതകമായിരുന്നില്ല. അതൊരട്ടിമറി, ഒരു സിംഹാസന പ്രാപണം, അധികാരത്തിന്റെ കൈമാറ്റമായിരുന്നു. ആ നിമിഷം ഗാംബീനോ ക്രൈം ഫാമിലിയുടെ പുതിയ തലവനായി ജോൺ ഗോട്ടി സ്വയം അവരോധിക്കപ്പെട്ടു. സംഭവസ്ഥലം പെട്ടെന്ന് പോലീസ് വണ്ടികളും ആംബുലൻസുകളും കൊണ്ട് നിറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും കൊലയാളികൾ ഐസുപോലെ ഉരഞ്ഞുപോയിരുന്നു. ക്വീൻസിലെ ഒരു സുരക്ഷിത സ്ഥാനത്ത് അവർ കൂടിച്ചേർന്നു. ആഘോഷം പോലെയായിരുന്നു അവിടെ. അവർ വിജയിച്ചു. ഗാംബീനോ കുടുംബത്തിന്റെ തലപ്പത്ത് ഇപ്പോൾ പുതിയ രാജാവുണ്ട്. കാസ്റ്റലാനയുടെ കൊലപാതകത്തോടെ ഗാംബീനോ കുടുംബത്തിൽ ഒരു പുതിയ യുഗം ആരംഭിച്ചു. ജോൺ ഗോട്ടി പുതിയ ബോസായി. കമ്മീഷൻ അദ്ദേഹത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു. മറ്റു കുടുംബങ്ങളും അവനെ അംഗീകരിച്ചും ബഹുമാനിച്ചും. അവന്റെ ഈ അട്ടിമറിക്ക് പിന്നിലെ പ്രധാന ശക്തിയായിരുന്ന സമ്മി ഗ്രവാനോയെ അവൻ തന്റെ അണ്ടർബോസ് അഥവാ രണ്ടാമനായി നിയമിച്ചു. മാഫിയ ഘടനയിൽ അണ്ടർബോസ് എന്നത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. ബോസിനുശേഷം രണ്ടാമത്തെ ഏറ്റവും ശക്തനായ വ്യക്തി. എല്ലാ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുക, കാപ്പുകളെ നിയന്ത്രിക്കുക, തർക്കങ്ങൾ പരിഹരിക്കുക, ബോസിന്റെ ഉത്തരവുകൾ നടപ്പിലാക്കുക, എല്ലാം അണ്ടർബോസിന്റെ ഉത്തരവാദിത്തമാണ്. അതോടെ സമ്മി അമേരിക്കൻ മാഫിയയിലെ ഏറ്റവും ശക്തനായ വ്യക്തികളിലൊരാളായി മാറി. അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ബ്രൂക്ലിനിലെ തെരുവുകളിൽ നിന്ന് മാഫിയ സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് അവൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു പാവപ്പെട്ട കുടിയേറ്റക്കാരന്റെ മകൻ ഇപ്പോൾ ന്യൂയോർക്കിന്റെ ഭൂഗർഭലോകത്തെ നിയന്ത്രിക്കുന്ന രണ്ടുപേരിലൊരാളായി. ഗോട്ടിയുടെ ഭരണകാലം കാസ്റ്റലാനോയുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഗോട്ടി ഡാപ്പർ ഡോൺ എന്നറിയപ്പെട്ടു. അർമാനി സ്യൂട്ടുകൾ, വിലകൂടിയ കയ്യുറവാച്ചുകൾ. ഗോട്ടി ഒരു സെലിബ്രിറ്റി പോലെ ജീവിച്ചു. മാധ്യമങ്ങൾക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പത്രക്കാരോട് പുഞ്ചിരിച്ച് ഒരു സിനിമാ താരത്തെപ്പോലെ അവൻ ജീവിച്ചു. അയൽപക്കത്തെ ആളുകൾ അവനെ ആരാധിച്ചു. ദരിദ്രർക്ക് സഹായം നൽകി. പ്രാദേശിക പരിപാടികൾക്ക് സ്പോൺസർ ചെയ്തു. വലിയ നാട്ടുകാരന്റെ പ്രതിച്ഛായ സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ നിഴലായി എല്ലാ ക്രൂരതകളും ആസൂത്രണം ചെയ്തും നടപ്പിലാക്കിയും സമ്മി ഗ്രവാനോ ഉണ്ടായിരുന്നു. ഗോട്ടി മുഖവും സമ്മി തലച്ചോറുമായി മാറി. ഗോട്ടി പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുമ്പോൾ സമ്മി ബിസിനസ് കൈകാര്യം ചെയ്തു. കൊലപാതകങ്ങൾ, കൊള്ളകൾ, കടം പിരിച്ചെടുക്കൽ, കൺസ്ട്രക്ഷൻ റാക്കറ്റുകൾ എല്ലാം സമ്മിയുടെ മേൽനോട്ടത്തിലായിരുന്നു. അവരൊരുമിച്ച്
ഗാംബിനോ കുടുംബത്തെ അതിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിച്ചു. കോൺക്രീറ്റ് വ്യവസായത്തിൽ ഗാംബിനോ കുടുംബം പൂർണ്ണ നിയന്ത്രണം നേടി. ന്യൂയോർക്കിൽ നടക്കുന്ന ഓരോ വലിയ നിർമ്മാണ പദ്ധതിയിൽ നിന്നും അവർക്കൊരു പങ്കുണ്ടായിരുന്നു. പണമൊഴുകിയെത്തി, അധികാരം വർദ്ധിച്ചു, ന്യൂയോർക്കിന്റെ അദൃശ്യ ഭരണാധികാരികളായി അവർ മാറി. പ്രതിമാസം ദശലക്ഷക്കണക്കിന് ഡോളർ ഗാംബിനോ കുടുംബത്തിന്റെ നിലവരകളിലെത്തി. എന്നാൽ അധികാരം പോലെ ലഹരി പിടിപ്പിക്കുന്ന മറ്റൊന്നില്ല. ആ ലഹരിയിൽ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ടായിരുന്നു. അവരെ ഓരോ നിമിഷവും നിരീക്ഷിച്ചുകൊണ്ട് FBI ഉണ്ടായിരുന്നു എന്ന സത്യം. കാസ്റ്റലാനോയുടെ കൊലപാതകം തന്നെ ഫെഡറൽ അന്വേഷണത്തെ തീവ്രമാക്കിയിരുന്നു. പൊതുസ്ഥലത്ത് പ്രഭുദിനത്തിന്റെ കാലത്ത് നടന്ന ഒരു ബോൾഡായ കൊലപാതകം നിയമപാലകരുടെ കഠിനമായ പ്രതികരണം ക്ഷണിച്ചുവരുത്തി. ഗോട്ടിയുടെ പബ്ലിസിറ്റി ഇഷ്ടം FBIക്ക് അവരുടെ പ്രധാന ലക്ഷ്യം കണ്ടെത്താൻ സഹായിച്ചു. അവർ വയർടാപ്പുകൾ സ്ഥാപിച്ചു, നിരീക്ഷണം ശക്തമാക്കി, രഹസ്യസാക്ഷികളെ സംഘടിപ്പിച്ചു. സാവധാനം അവർ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. ഗോട്ടിയുടെയും സമ്മിയുടെയും ചുറ്റും അദൃശ്യമായ ഒരു വല ശക്തമായി കൊണ്ടിരിക്കുകയായിരുന്നു. ജയിലിലെ ഇരുണ്ട സെല്ലിലിരുന്ന് സാമി ഗ്രവാനോ ആ ടേപ്പുകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചു. മെറ്റൽ കട്ടിലിൽ കിടന്ന് സീലിംഗിലെ വിള്ളലുകളിലേക്ക് നോക്കി രാത്രികൾ മുഴുവൻ അവൻ ഉറങ്ങാതെ കിടന്നു. താൻ ആർക്കുവേണ്ടിയാണോ ജീവൻ പണയം വെച്ചത്, ആർക്കുവേണ്ടിയാണോ പോൾ കാസ്റ്റലാനോയെപ്പോലൊരു അതികായനെ വകവരുത്താൻ പദ്ധതിയിട്ടത്, ആർക്കുവേണ്ടിയാണോ തന്റെ കൈകൾ 19 തവണ രക്തത്തിൽ മുക്കിയത്, ആ മനുഷ്യൻ ജോൺ ഗോട്ടി തന്നെ നിഷ്കരണം ചതിച്ചിരിക്കുന്നു. ഓരോ ടേപ്പും തന്റെ മനസ്സിൽ വീണ്ടും പ്ലേ ചെയ്യപ്പെട്ടു. സാമ്യൊരു അത്യാഗ്രഹിയാണ് എന്ന ഗോട്ടിയുടെ വാക്കുകൾ, അവൻ കാരണം എനിക്ക് തലവേദനയാണ് എന്ന പരിഹാസം, അതെല്ലാം സാമിയുടെ പണിയായിരുന്നു എന്ന കുറ്റം മാറ്റൽ. ഒരു കാലത്ത് എന്റെ സഹോദരൻ എന്ന് വിളിച്ചിരുന്ന ആ നാവ് തന്റെ പുറകിൽ വിഷം തുപ്പുന്നത് കേൾക്കുമ്പോൾ സാമിയുടെ ഉള്ളിൽ എന്തോ പൊട്ടിത്തെറിച്ചു. ഗോട്ടി രക്ഷപ്പെടുകയും താൻ ജീവപര്യന്തം തടവിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു ഭാവിയാണ് സാമി മുന്നിൽ കണ്ടത്. തന്റെ കുട്ടികൾ കെറൻ, ജെറാഡ് പിതാവില്ലാതെ വളരുന്നത്, തന്റെ ഭാര്യ ഡെബ്ര ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നത്, എല്ലാം ഒരു മനുഷ്യനുവേണ്ടി, തന്നെ ഒരു ചതുരംഗപ്പലക വെച്ച് ത്യജിക്കാൻ തയ്യാറായ ഒരു മനുഷ്യനുവേണ്ടി. ഇത് അസഹ്യമായിരുന്നു. മാഫിയയുടെ നിയമപ്രകാരം ബോസ് എന്തു പറഞ്ഞാലും അനുസരിക്കണം. കോസ നോസ്ത്ര, ഇത് നമ്മുടെ കാര്യം എന്ന പ്രതിജ്ഞ ജീവിതകാലം മുഴുവൻ ബാധ്യസ്ഥമാക്കുന്നതാണ്. ബോസ് തനിക്ക് മരിക്കാൻ ആവശ്യപ്പെട്ടാൽ പോലും ഒരു സത്യസന്ധനായ സൈനികൻ സന്തോഷത്തോടെ മരിക്കണം. എന്നാൽ ബോസ് തന്നെ ഒരു കരുവാക്കി എല്ലാ കുറ്റങ്ങളും തന്റെ തലയിൽ കെട്ടിവെച്ച് ബലിയാടാക്കാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യണം? കോസാൻ നോസ്ത്രയുടെ നിയമപുസ്തകത്തിൽ അതിനുത്തരമുണ്ടായിരുന്നില്ല. സെല്ലിന്റെ മൂലയിൽ ചുമരിൽ തലചാരി നിന്നുകൊണ്ട് സാമി തന്റെ ജീവിതം മുഴുവൻ പുനരവലോകനം ചെയ്തു. അവൻ നിർമ്മിച്ചതെല്ലാം, അവൻ വിശ്വസിച്ചതെല്ലാം, അവൻ സംരക്ഷിച്ചതെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് അവൻ കണ്ടു. അവന്റെ കുട്ടിക്കാലം, ബ്രൂക്ലിനിലെ തെരുവുകളിൽ, ബെൻസൺഹേസ്റ്റിലെ ഇറ്റാലിയൻ അയൽപ്പക്കത്ത്, മാഫിയയിലെ തന്റെ ആദ്യ ദിവസങ്ങൾ, കൊളംബോ കുടുംബത്തിലെ ഒരു ചെറിയ സൈനികൻ, ഗോട്ടിയുമായുള്ള കൂടിക്കാഴ്ച, അവരുടെ സൗഹൃദത്തിന്റെ തുടക്കം, കാസ്റ്റലാനോയെ കൊന്ന രാത്രി, അണ്ടർബോസായി തന്റെ ഉയർച്ച, എല്ലാം ഒരു നുണയുടെ മുകളിൽ പണിതതായിരുന്നു. താൻ ജീവിച്ച ജീവിതം, താൻ വിശ്വസിച്ച തത്വങ്ങൾ എല്ലാം ഒരു ഭ്രമമായിരുന്നു. കൂഴ് എന്ന വാക്ക് അർത്ഥശൂന്യമായിരുന്നു. ഗോട്ടി കൂഴ് കാണിച്ചില്ല. പോൾ കാസ്റ്റലാനോ കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ അനുയായികൾ കൂഴ് കാണിച്ചില്ല. മാഫിയയിലെ എല്ലാവരും സ്വയം സംരക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ബഹുമാനം എന്ന വാക്കൊരു മുഖമൂടിയായിരുന്നു. അതിനു പിന്നിൽ അത്യാഗ്രഹവും അക്രമവും ഭയവും മാത്രം. ഈ മാനസിക സംഘർഷത്തിനിടയിലാണ് പ്രോസിക്യൂട്ടർമാർ ഒരു പുതിയ നീക്കവുമായി സമ്മിയെ സമീപിച്ചത്. ജോൺ ഗ്ലീസൺ എന്ന പ്രോസിക്യൂട്ടർ, ബുദ്ധിമാനും തന്ത്രശാലിയുമായ ഒരാൾ, സമ്മിയുടെ സെല്ലിലെത്തി. അവൻ നേരെയും വ്യക്തമായും സംസാരിച്ചു. ഗോട്ടിയെ ശിക്ഷിക്കാൻ സർക്കാരിന് സമ്മിയുടെ സഹായം ആവശ്യമുണ്ട്. ഗോട്ടിക്കും ഗാംബിനോ കുടുംബത്തിനുമെതിരെ സാക്ഷി പറഞ്ഞാൽ അവന് ശിക്ഷയിൽ വലിയ ഇളവ് നൽകാമെന്ന് ഗ്ലീസൺ ഉറപ്പു നൽകി. 19 കൊലപാതകങ്ങൾ, റാക്കറ്റീറിംഗ്, തട്ടിപ്പ്, കൊള്ളയടി, ഇതെല്ലാം കുറ്റങ്ങൾക്ക് സാധാരണയായി 100 കണക്കിന് വർഷങ്ങളുടെ തടവ് ലഭിക്കുമായിരുന്നു. എന്നാൽ സഹകരിച്ചാൽ 5 വർഷത്തിനുള്ളിൽ സമ്മിക്ക് സ്വതന്ത്രനാകാം. തന്റെ കുട്ടികളെ വീണ്ടും കാണാം, തന്റെ ജീവിതം പുനർനിർമ്മിക്കാം. എന്നാൽ വില വളരെ ഉയർന്നതായിരുന്നു. ഇത് കേട്ടപ്പോൾ
സമ്മി ആദ്യം ചിന്തിച്ചത് ഒമേറ്റയെക്കുറിച്ചാണ്. നിശബ്ദതയുടെ പ്രതിജ്ഞ. ഒരു മാഫിയ അംഗം തന്റെ സംഘടനയുടെ രഹസ്യങ്ങൾ പുറംലോകത്തോട് പറയരുത്. പോലീസുമായോ സർക്കാരുമായോ സഹകരിക്കരുത്. മരണത്തിനു മുമ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു സത്യസന്ധനായ മാഫിയ അംഗം ഒന്നും അറിയില്ല എന്നു മാത്രമേ പറയാവൂ. അത് ലംഘിക്കുന്നവനെ മാഫിയയുടെ ലോകം വിളിക്കുന്നത് റാറ്റ്, എലി എന്നാണ്. അതൊരു മരണവിധിയാണ്. ഒരു എലിയെ കണ്ടെത്തിയാൽ അവനെ കൊല്ലുക എന്നത് എല്ലാ അംഗങ്ങളുടെയും കടമയാണ്. അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും ജീവൻ എന്നേക്കുമായി അപകടത്തിലാകും. മാഫിയയ്ക്ക് ദീർഘമായ ഓർമ്മയുണ്ട്. 10 വർഷങ്ങൾക്കോ 20 വർഷങ്ങൾക്കോ ശേഷം പോലും അവർ വഞ്ചകരെ കണ്ടെത്തി പ്രതികാരം ചെയ്യും. സമ്മി അവന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു. അവന്റെ ഭാര്യ ഡെബ്ര, അവന്റെ മകൾ കരൻ, അവന്റെ മകൻ ജെറാഡ്. അവൻ സഹകരിച്ചാൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? മാഫിയയുടെ വെൻഡറ്റ, പ്രതികാരം, അവരെ വേട്ടയാടും. അവരെവിടെ ഒളിച്ചാലും ഗാംബിനോ കുടുംബത്തിന് അവരെ കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ മറ്റു 4 കുടുംബങ്ങൾ, ജെനോവീസ്, ലുച്ചീസി, കൊളംബോ, ബൊണാനോ, അവരെ ടാർഗറ്റ് ചെയ്യും. ഒരു വശത്ത് ജീവപര്യന്തം തടവും ഗോട്ടിയുടെ വഞ്ചനയും, മറുവശത്ത് സ്വാതന്ത്ര്യത്തിനുള്ള ഈ നേരിയ സാധ്യതയും, ഒപ്പം ഒറ്റുകാരൻ എന്ന ഒരിക്കലും മായാത്ത പേരും. തന്റെ ബഹുമാനമോ തന്റെ സ്വാതന്ത്ര്യമോ, തന്റെ തത്വങ്ങളോ തന്റെ ജീവിതമോ? സമ്മി ഗ്രവാനോ ദിവസങ്ങളോളം ആലോചിച്ചു. ഭക്ഷണം കഴിക്കാൻ മറന്നു, ഉറക്കം നഷ്ടപ്പെട്ടു. സെല്ലിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു, തന്റെ ഓപ്ഷനുകൾ വീണ്ടും വീണ്ടും പരിഗണിച്ചു. അവന്റെ മനസ്സിൽ വ്യത്യസ്ത ശബ്ദങ്ങൾ യുദ്ധം ചെയ്തു. ഒരു ശബ്ദം പറഞ്ഞു, നീയൊരു മാഫിയ അംഗമാണ്. കൂറ് കാണിക്കുക, ഒമേറ്റ പാലിക്കുക, മരണം വരെ രഹസ്യങ്ങൾ സംരക്ഷിക്കുക, അതാണ് നമ്മുടെ വഴി. മറ്റൊരു ശബ്ദം പ്രതികരിച്ചു, ഗോട്ടി നിന്നെ ചതിച്ചു. അവൻ നിന്നെ ഒരു കാളിയെന്ന് വിളിച്ചു. നിന്റെ എല്ലാ കുറ്റങ്ങളും അവൻ നിന്റെ തലയിൽ കെട്ടിവെച്ചു. അവനോട് നീ എന്തിനാണ് കൂറ് കാണിക്കേണ്ടത്? ഒരു മൂന്നാമത്തെ ശബ്ദം, നിന്റെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കൂ. അവർക്കൊരു പിതാവ് ആവശ്യമുണ്ട്. നീ ജയിലിൽ ജീവപര്യന്തം കഴിഞ്ഞാൽ അവർ എങ്ങനെ വളരും? നിന്റെ മകൾ കല്യാണം കഴിക്കുമ്പോൾ നീ അവിടെ ഉണ്ടാവില്ല. നിന്റെ മകൻ തന്റെ ആദ്യത്തെ മകനെ ജനിപ്പിക്കുമ്പോൾ നീ അവനോടൊപ്പം ഉണ്ടാവില്ല. സമ്യ തന്റെ ചുമരിൽ പിതാവിന്റെ ചിത്രം നോക്കി. ജെറാഡ് ഗ്രവാനോ, ഒരു കാലത്ത് മാഫിയയുമായി ബന്ധപ്പെട്ടിരുന്ന, എന്നാൽ പിന്നീട് സത്യസന്ധമായ ജോലി ചെയ്ത ഒരു മനുഷ്യൻ. അവൻ സമ്യയോടെന്താണ് പറയുക? മകനെ, നീ തെറ്റായ വഴി തിരഞ്ഞെടുത്തു. നീ എന്നെക്കാൾ മികച്ചവനായിരിക്കണമായിരുന്നു. ഒടുവിൽ അവനൊരു തീരുമാനമെടുത്തു. മനുഷ്യത്വരഹിതമായ വിശകലനത്തിലൂടെ അവനൊരു നിഗമനത്തിലെത്തി. ജോൺ ഗോട്ടിയാണ് യഥാർത്ഥത്തിൽ കോസാ നോസ്ത്രയുടെ നിയമങ്ങൾ ആദ്യം ലംഘിച്ചത്. ഒരു സഹപ്രവർത്തകനെ, തന്റെ രണ്ടാമനെ, തന്റെ ഏറ്റവും വിശ്വസ്തനായ സൈനികനെ ചതിക്കുന്നതിലൂടെ ഗോട്ടി ആ പവിത്രബന്ധം തകർത്തു. അതുകൊണ്ട് താൻ ഗോട്ടിയെ ചതിക്കുന്നതിൽ തെറ്റില്ല എന്ന് സമ്മി സ്വയം വിശ്വസിപ്പിച്ചു. ഇത് പ്രതികാരമല്ല, നീതിയാണ്. ഗോട്ടി തന്നെ ബലിയാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് താനും തിരിച്ചടിക്കും. ഗോട്ടി കോസാ നോസ്ത്രയുടെ പ്രധാന നിയമം വിശ്വാസവും കൂറും ലംഘിച്ചതുകൊണ്ട് താനും ആ സംഘടനയോട് യാതൊരു കടപ്പാടും കാണിക്കേണ്ടതില്ല. 1991 നവംബർ 8 സമ്മി ഗ്രവാനോ ഔപചാരികമായി അമേരിക്കൻ സർക്കാരുമായി ഒരു കരാറിലേർപ്പെട്ടു. മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെന്ററിലെ ഒരു സുരക്ഷിത മുറിയിൽ പ്രോസിക്യൂട്ടർമാർ, FBI ഏജന്റുമാർ, സമ്മി, അവന്റെ അഭിഭാഷകർ എന്നിവരൊപ്പുകൂടി ഡോക്യുമെന്റുകളിൽ ഒപ്പുവെച്ചു. കരാറിന്റെ നിബന്ധനകൾ വ്യക്തമായിരുന്നു. സമ്മി ഗോട്ടിക്കും ഗാംബനോ കുടുംബത്തിനും മറ്റു മാഫിയ കുടുംബങ്ങൾക്കുമെതിരെ സാക്ഷി പറയും. പകരം സർക്കാർ അവനെ സംരക്ഷിക്കും. അവന്റെ ശിക്ഷ കുറയ്ക്കും. അമേരിക്കൻ മാഫിയ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾ സർക്കാരിന്റെ ഭാഗത്തേക്ക് കൂറുമാറുന്നത് അത് പരക്ഷയം ആദ്യമായിട്ടായിരുന്നു. ഗാംബിനോ കുടുംബത്തിന്റെ അണ്ടർബോസ്, ന്യൂയോർക്കിലെ ഏറ്റവും ശക്തമായ ക്രിമിനൽ സംഘടനയുടെ രണ്ടാമത്തെ കമാൻഡർ, ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റിന്റെ പ്രധാന സാക്ഷിയായി. ഈ വാർത്ത മാഫിയ ലോകത്തെ ഭൂകമ്പം പോലെ ഞെട്ടിച്ചു. റാവണേറ്റ് ക്ലബ്ബിൽ ഗാംബിനോ കുടുംബത്തിലെ അംഗങ്ങൾ വിശ്വസിക്കാൻ വിസമ്മതിച്ചു. സമ്മിയോ? നമ്മുടെ സമ്മി? ബുള്ള്! അസാധ്യം! മറ്റു 4 കുടുംബങ്ങളിലെ നേതാക്കളും ഞെട്ടിപ്പോയി. സമ്മി ഗ്രവാനോ പോലെ ശക്തനും വിശ്വസ്തനുമായ ഒരാൾ എലിയായി മാറിയെങ്കിൽ വേറെ ആർക്കും വിശ്വസിക്കാനാവില്ല എന്നർത്ഥം. ജോൺ ഗോട്ടിക്ക് വിശ്വസിക്കാനായില്ല. തന്റെ സെല്ലിൽ വാർത്ത കേട്ടപ്പോൾ അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഭിത്തിയിൽ മുഷ്ടിയടിച്ചു. സമ്മി, എന്റെ സമ്മി, എങ്ങനെയാണ് അവനിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്? അവൻ അലറി. സമ്മി, തന്റെ വിശ്വസ്തനായ ബുൾ, തനിക്ക് 19 പേരെ കൊന്ന മനുഷ്യൻ തനിക്കെതിരെ തിരിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നാൽ പിന്നെ യാഥാർത്ഥ്യം ഗോട്ടിയെ അടിച്ചു. ആ ടേപ്പുകൾ, തന്റെ സ്വന്തം വാക്കുകൾ, സമ്മിയെക്കുറിച്ച് താൻ പറഞ്ഞ അവഹേളനങ്ങൾ, സമ്മിയുടെ തലയിൽ താൻ കെട്ടിവെച്ച കുറ്റങ്ങൾ. സമ്മി അതെല്ലാം കേട്ടിട്ടുണ്ട്. സമ്മിക്ക് തന്റെ യഥാർത്ഥ മുഖം കണ്ടിട്ടുണ്ട്. ടെഫ്ലോൺ ഡോൺ എന്ന് വിശ്വസിച്ചിരുന്ന ഗോട്ടിയുടെ നെഞ്ചിൽ ആദ്യമായി ഭയത്തിന്റെ ഒരു തണുത്ത മിന്നൽ പിടറി പാഞ്ഞുപോയി. ഇത്തവണ രക്ഷപ്പെടാൻ വഴിയില്ല. 1992 ജനുവരി 21 ബ്രൂക്ലിനിലെ ഫെഡറൽ കോടതിയിൽ വിചാരണ പുനരാരംഭിച്ചപ്പോൾ
കോടതി മുറി ആകാംക്ഷ കൊണ്ട് നിറഞ്ഞു. നൂറുകണക്കിന് മാധ്യമപ്രവർത്തകർ, ടെലിവിഷൻ ക്രൂകൾ, പത്രപ്രവർത്തകർ, ഫോട്ടോഗ്രാഫർമാർ കോടതി കെട്ടിടത്തിനു പുറത്ത് തടിച്ചുകൂടി. പബ്ലിക് ഗാലറി നിറഞ്ഞു. നിയമവിദഗ്ധരും സാധാരണക്കാരും ആ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവരും. ഇത് വെറും ഒരു വിചാരണയായിരുന്നില്ല, ഇതൊരു സ്പെക്ടക്കിളായിരുന്നു. 1992 മാർച്ച് 2 സമ്മി ഗ്രവാനോ ഇരുണ്ട സ്യൂട്ടും ടൈയും ധരിച്ച് അക്ഷോഭ്യനായി കാണപ്പെട്ടു. അവന്റെ മുഖത്ത് ഒരു ഭാവവുമില്ലായിരുന്നു, ഒരു കല്ലു പ്രതിമ പോലെ. അവന്റെ നോട്ടം നേരെ പ്രതിക്കൂട്ടിലിരിക്കുന്ന ജോൺ ഗോട്ടിയുടെ മുഖത്തേക്കായിരുന്നു. വർഷങ്ങളോളം തന്റെ സുഹൃത്തും നേതാവുമായിരുന്ന മനുഷ്യൻ, കൂടെ പണിയെടുത്ത, കൂടെ ചിരിച്ച, കൂടെ കൊന്ന മനുഷ്യൻ, ഇപ്പോൾ തന്റെ ഏറ്റവും വലിയ ശത്രു. ഗോട്ടി പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. കൈകൾ മടക്കി സമ്മിയെ തണുത്ത നോട്ടത്തോടെ നോക്കി. അവന്റെ കണ്ണുകളിൽ വിദ്വേഷവും പരിഹാസവും നിറഞ്ഞിരുന്നു. ഒറ്റക്കാരൻ എന്നവന്റെ നോട്ടം പറഞ്ഞു. എന്നാൽ സമ്മി ആ നോട്ടത്തിനു മുന്നിൽ വണങ്ങിയില്ല. അവൻ നേരെ ഗോട്ടിയുടെ കണ്ണുകളിലേക്ക് തിരിച്ചുനോക്കി. പ്രോസിക്യൂട്ടർ ജോൺ ഗ്ലീസൺ എഴുന്നേറ്റു. മിസ്റ്റർ ഗ്രവാനോ, ഗാംബിനോ ക്രൈം ഫാമിലിയിൽ നിങ്ങളുടെ പദവി എന്തായിരുന്നു? അവൻ ചോദിച്ചു. സമ്മി ശാന്തമായി മറുപടി നൽകി. ഞാൻ അണ്ടർ ബോസ് ആയിരുന്നു, രണ്ടാമത്തെ കമാൻഡർ. നിങ്ങൾ എത്ര കാലം ആ പദവിയിലായിരുന്നു? 1986 മുതൽ 1990 വരെ, പോൾ കാസ്റ്റലാനോയുടെ മരണത്തിനു ശേഷം. പോൾ കാസ്റ്റലാനോയെ ആരാണ് കൊന്നത്? ഒരു നിമിഷം സമ്മി നിശബ്ദനായി. പിന്നെ വ്യക്തമായി, മടിയില്ലാതെ, ജോൺ ഗോട്ടിയുടെ ഉപദേശപ്രകാരം ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നു. കോടതി മുറിയിൽ മന്ത്രിച്ച ശബ്ദങ്ങൾ കേട്ടു. വർഷങ്ങളായി എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു രഹസ്യം ഇപ്പോൾ പരസ്യമായി കോടതിയിൽ സമ്മതിക്കപ്പെട്ടു. സമ്മി സംസാരിക്കാൻ തുടങ്ങി. 9 ദിവസങ്ങളോളം ദിവസവും പല മണിക്കൂറുകൾ അവൻ തന്റെ കഥ പറഞ്ഞു. ശാന്തമായി, വ്യക്തമായി, വികാരത്തിന്റെ യാതൊരു സൂചനയും കൂടാതെ അവൻ ഗാംബിനോ കുടുംബത്തിന്റെ ഉള്ളറ രഹസ്യങ്ങൾ ഓരോന്നായി തുറന്നു പറഞ്ഞു. പോൾ കാസ്റ്റലാനോയെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ താനും ഗോട്ടിയും എങ്ങനെയാണ് പങ്കാളികളായതെന്ന് അവൻ വിശദീകരിച്ചു. 1985 ഡിസംബർ 16 വൈകുന്നേരം മാൻഹട്ടനിലെ സ്പാർക്ക് സ്റ്റീക്ക് ഹൌസിന് മുന്നിൽ നടന്ന ആ രക്തരൂക്ഷിതമായ ദൃശ്യം അവൻ വിവരിച്ചു. 4 ഹിറ്റ്മാൻമാർ വെള്ള മഴക്കോട്ടികളും രോമക്കുപ്പായങ്ങളും ധരിച്ച് എങ്ങനെയാണ് കാസ്റ്റലാനോയുടെ കാറിനടുത്തെത്തിയതെന്നും 6 വെടിയുണ്ടകൾ അവന്റെ തലയിലും ശരീരത്തിലും എങ്ങനെ തറച്ചതെന്നും അവൻ പറഞ്ഞു. കൊലപാതക ദിവസം വൈകുന്നേരം തെരുവിന് കുറുകെ ഒരു കാറിലിരുന്ന് ഗോട്ടിയും സാമിയും എങ്ങനെയാണ് ആ ദൃശ്യം വീക്ഷിച്ചതെന്ന് അവൻ വിശദമാക്കി. കാസ്റ്റലാനോയുടെ ശരീരം നടപ്പാതയിൽ വീണപ്പോൾ ഗോട്ടി ഉറക്കെ ചിരിച്ചുവെന്ന സമ്മി സാക്ഷ്യംപ്പെടുത്തി. ഇനി ഞാനാണ് ബോസ് എന്ന് ഗോട്ടി പറഞ്ഞു. ഗോട്ടിയുടെ ഉത്തരവ് പ്രകാരം താൻ നടത്തിയ കൊലപാതകങ്ങളുടെ കഥകൾ അവൻ പറഞ്ഞു. ലൂയി മിലിട്ടോ, റോബർട്ട് ഡിബർനാഡോ, ജോസഫ് കൊലോച്ചി, ഫ്രാങ്ക് ഫിയാല, 19 പേരുകൾ, ഓരോന്നും ഒരു കഥയോടുകൂടി. അവൻ എങ്ങനെയാണ് അവരെ കൊന്നതെന്നും എന്തുകൊണ്ട് കൊന്നതെന്നും ശരീരങ്ങൾ എവിടെ കുഴിച്ചുമൂടിയതെന്നും അവൻ വിശദീകരിച്ചു. 19 കൊലപാതകങ്ങളിൽ താൻ നേരിട്ട് പങ്കാളിയായിരുന്നുവെന്ന് അവൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കോടതിയിൽ സമ്മതിച്ചു. അവരെ കൊന്നത് ഞാനാണ്, അതൊരു ജോലിയായിരുന്നു. ബോസ് ഉത്തരവ് നൽകി, ഞാനത് നടപ്പിലാക്കി. ഓരോ വാക്കുകളും ജോൺ ഗോട്ടിയുടെ നെഞ്ചിൽ തറയ്ക്കുന്ന അമ്പുകളായിരുന്നു. പ്രതിക്കൂട്ടിൽ ജോൺ ഗോട്ടി നിശ്ചലനായിരുന്നു, അവന്റെ മുഖം ഒരു മാസ്ക് പോലെ. എന്നാൽ അവന്റെ കണ്ണുകളിൽ നിസ്സഹായതയുടെ ഒരു കാഴ്ച പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഏറ്റവും വിശ്വസ്തനായ സൈനികൻ ഇപ്പോൾ തനിക്കെതിരെ സാക്ഷി പറയുന്നത് കേൾക്കുമ്പോൾ ഗോട്ടി തന്റെ സാമ്രാജ്യം തകരുന്നത് കണ്ടു. സമ്മി ഗ്രവാനോയുടെ മൊഴി FBI റെക്കോർഡ് ചെയ്ത ടേപ്പുകളുമായി കൂടിച്ചേർന്നപ്പോൾ ഗോട്ടിക്കെതിരായ കേസ് അഭേദ്യമായി. 2 തരത്തിലുള്ള തെളിവുകൾ, ഓഡിയോ റെക്കോർഡിംഗുകളും നേരിട്ടുള്ള സാക്ഷ്യവും ഒന്നിച്ചൊരു പൂർണ്ണ ചിത്രം ചേർത്തു. ഗോട്ടിയുടെ അഭിഭാഷകരായ ബ്രൂസ് കട്ട്ലർ നേതൃത്വം നൽകി സാമിയെ ഒരു നുണയനും അവസരവാദിയുമായി ചിത്രീകരിക്കാൻ കഠിനമായി ശ്രമിച്ചു. ക്രോസ് എക്സാമിനേഷനിൽ കട്ട്ലർ ആക്രമണാത്മകമായി സാമിയെ ചോദ്യം ചെയ്തു. മിസ്റ്റർ ഗ്രവാനോ, നിങ്ങൾ 19 മനുഷ്യരെ കൊന്നിട്ടുണ്ടല്ലോ? അതെ. അതിനാൽ നിങ്ങളൊരു കൊലയാളിയാണ്? അതെ. നിങ്ങളൊരു കള്ളനാണ്? അതെ. നിങ്ങളൊരു ചതിയനാണ്? സാമി ഒരു നിമിഷം നിർത്തി. പിന്നെ നേരെ കട്ട്ലറുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാനൊരു കൊലപാതകിയാണ്, ഞാനൊരു കള്ളനാണ്. പക്ഷെ ഞാൻ ഒരിക്കലും കള്ളം പറയുന്നില്ല. 19 പേരെ കൊന്ന ഒരു കൊടും കുറ്റവാളിയുടെ വാക്ക് എങ്ങനെ ജൂറിക്ക് വിശ്വസിക്കാനാകും? കട്ട്ലർ ചോദിച്ചു. സാമിയുടെ മറുപടി ശക്തമായിരുന്നു. കാരണം ഞാൻ ചെയ്ത അതേ കുറ്റങ്ങൾ ജോൺ ഗോട്ടിയും ചെയ്തിട്ടുണ്ട്. വ്യത്യാസം ഇത്രമാത്രം, അവൻ ഉത്തരവിട്ടു, ഞാനത് നടപ്പിലാക്കി. ഇപ്പോൾ ഞാൻ സത്യം പറയുകയാണ്. കോടതിക്ക് ടേപ്പുകളുണ്ട്, എനിക്ക് വസ്തുതകളുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. 9 ദിവസമാണ് സാമി ഗ്രവാനോ കോടതിയിൽ സാക്ഷി പറഞ്ഞത്.
ആ 9 ദിവസങ്ങൾ കൊണ്ട് അവൻ ഗാംബിനോ സാമ്രാജ്യത്തിന്റെ അടിത്തറയിളക്കി. കൂറ്, നിയമങ്ങൾ, ബഹുമാനം, ഒമർത്ത ഇവയെല്ലാം ഒരു കെട്ടുകഥയായിരുന്നുവെന്ന് പുറം ലോകം കണ്ടു. കൂറ്, നിയമങ്ങൾ, ബഹുമാനം എന്നിവയിൽ പടുത്തുയർത്തിവെന്ന് അവർ വിശ്വസിച്ചിരുന്ന ആ ലോകം എത്രമാത്രം ദുർബലവും വഞ്ചന നിറഞ്ഞതുമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മാഫിയ വെറുമൊരു ബിസിനസ്സായിരുന്നു, അക്രമത്തിന്റെയും ചൂഷണത്തിന്റെയും ബിസിനസ്. ബഹുമാനമെന്ന വാക്ക് പരിരക്ഷാ കവചമായി ഉപയോഗിക്കുന്ന ഒരു സംഘടനയാണ്. ഒടുവിൽ 13 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം 1992 ഏപ്രിൽ 2-ന് ജൂറി തങ്ങളുടെ വിധി പ്രഖ്യാപിച്ചു. കോടതി മുറിയിൽ നിശബ്ദത. ജൂറി ഫോർമാൻ എഴുന്നേറ്റ് നിന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് ജോൺ ഗോട്ടി. ചാർജ് 1 മർഡർ. വിധി ഗിൽറ്റി. ചാർജ് 2 റാക്കറ്റിയറിംഗ്. വിധി ഗിൽറ്റി. ചാർജ് 3 കൊല്യൂഷൻ റാക്കറ്റിയറിംഗ്. വിധി ഗിൽറ്റി. ചാർജ് 4 ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ്. വിധി ഗിൽറ്റി. ഒന്നിനു പുറകെ ഒന്നായി എല്ലാ കുറ്റങ്ങളിലും, ആകെ 13 കുറ്റങ്ങളിലും ജൂറി ജോൺ ഗോട്ടിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പോൾ കാസ്റ്റലാനോയുടെ കൊലപാതകം, തോമസ് ബിലോട്ടിയുടെ കൊലപാതകം, റാക്കറ്റിയറിംഗ്, സാക്ഷി ഭീഷണിപ്പെടുത്തൽ, നീതിന്യായ തടസ്സപ്പെടുത്തൽ എല്ലാം. പ്രതിക്കൂട്ടിൽ ജോൺ ഗോട്ടിയുടെ മുഖം വിളറി. ആദ്യമായി അവന്റെ ആത്മവിശ്വാസം തകർന്നു. ടെഫ്ലോൺ ഡോൺ ഇല്ലാതായി. അവശേഷിച്ചത് ഒരു പരാജിതനായ മനുഷ്യൻ മാത്രം. അവന്റെ കണ്ണുകൾ സാമി ഗ്രവാനോയെ അന്വേഷിച്ചു. സാക്ഷിക്കൂട്ടിൽ സാമി ഒന്നും പറയാതെയിരുന്നു. ഗോട്ടിയുടെ നോട്ടം കണ്ടുമില്ലെന്ന് നടിച്ചു. രണ്ടുപേരുടെയും ജീവിതം ആ നിമിഷം എന്നേക്കുമായി മാറിപ്പോയി. ജോൺ ഗോട്ടിയുടെ ശിക്ഷാവിധി അമേരിക്കൻ മാഫിയ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായിരുന്നു. ജൂൺ 23-ന് ജഡ്ജ് ലിയോ ഗ്ലാസർ ശിക്ഷ പ്രഖ്യാപിച്ചു. പരോളിന് സാധ്യതയില്ലാത്ത ജീവപര്യന്തം തടവ്, കൂടാതെ $2,50,000 പിഴ. ഒരിക്കൽ ന്യൂയോർക്കിന്റെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന മനുഷ്യൻ, ബ്രിയോണി സ്യൂട്ടുകൾ ധരിച്ച് മൻഹാട്ടനിലെ തെരുവുകളിൽ നടന്ന ആ ഡാപ്പർ ഡോൺ ഇനി ജീവിതകാലം മുഴുവൻ ജയിലറയ്ക്കുള്ളിൽ കഴിയണം. 1992 ജൂൺ 23-ന് ജോൺ ഗോട്ടിയെ ഇല്ലിനോയ്സിലെ മാരിയോൺ ഫെഡറൽ പെനിറ്റൻഷ്യയിലേക്ക് മാറ്റി. അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതമായ ജയിൽ. 23 മണിക്കൂർ ഏകാന്ത തടവ്, ദിവസം 1 മണിക്കൂർ മാത്രം പുറത്തിറങ്ങാനുള്ള അനുമതി. സന്ദർശകരെ കാണാൻ കട്ടിയുള്ള ചാച്ചുകളിൽ മാത്രം. അവന്റെ മാഫിയ സാമ്രാജ്യം തകർന്നു. അവന്റെ പ്രശസ്തി അസ്തമിച്ചു. അവന്റെ ശക്തി ഇല്ലാതായി. 1998-ൽ ഗോട്ടിക്ക് തൊണ്ടയിൽ ക്യാൻസർ കണ്ടെത്തി. രോഗം അതിവേഗം പടർന്നു. 2002 ജൂൺ 10-ന് രാവിലെ മിസോറിയിലെ സ്പ്രിംഗ്ഫീൽഡ് മെഡിക്കൽ സെന്റർ ഫോർ ഫെഡറൽ പ്രിസണേഴ്സിൽ 61-ാം വയസ്സിൽ ജോൺ ഗോട്ടി മരണമടഞ്ഞു. അവന്റെ അവസാന വർഷങ്ങൾ വേദനയിലും ഏകാന്തതയിലും കഴിഞ്ഞു. മരിക്കുമ്പോൾ അവന്റെ അരികിൽ അവന്റെ മകൻ ജോൺ ഗോട്ടി ജൂനിയർ മാത്രമായിരുന്നു. അവന്റെ കഥ അവിടെ അവസാനിച്ചു. ക്യൂൻസിലെ സെയിന്റ് ജോൺ സെമത്തേരിയിൽ അവനെ സംസ്കരിച്ചു, അവന്റെ മാതാപിതാക്കളുടെ അടുത്ത്. എന്നാൽ സാമി ഗ്രവാനോയുടെ കഥ അവസാനിച്ചിരുന്നില്ല. സർക്കാരിന് നൽകിയ സഹായത്തിനു പകരമായി കോടതി അവനോട് അസാധാരണമായ ദയ കാണിച്ചു. 19 കൊലപാതകങ്ങളിൽ പങ്കാളിയായ ഒരു മനുഷ്യന് സാധാരണയായി പല ജീവപര്യന്തം ശിക്ഷകൾ ലഭിക്കുമായിരുന്നു. എന്നാൽ സാമിക്ക് ലഭിച്ചത് വെറും 5 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു. അവൻ ഇതിനകം 1990 മുതൽ ജയിലിൽ കഴിഞ്ഞ സമയം പരിഗണിച്ച് നല്ല നടപ്പിന് ക്രെഡിറ്റ് ലഭിച്ച് 1994 സെപ്റ്റംബറിൽ സാമി ഗ്രവാനോ ഫെഡറൽ ജയിലിൽ നിന്ന് മോചിതനായി. 49 വയസ്സുള്ള ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ 19 പേരെ കൊന്ന, എന്നാൽ ഇപ്പോൾ സ്വതന്ത്രൻ. എന്നാൽ അവനൊരു യഥാർത്ഥ സ്വതന്ത്രനായിരുന്നില്ല. അവൻ US വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിന്റെ അഥവാ സാക്ഷി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി. ഇത് ഫെഡറൽ സർക്കാർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. സാക്ഷികളെ പ്രതികാരത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അവർക്ക് പുതിയ ഐഡന്റിറ്റി നൽകുന്നത്. അവന്റെ പഴയ വ്യക്തിത്വം അഥവാ സാൽവറ്റോർ ദ സാമി ദ ബുൾ ഗ്രവാനോ ഔപചാരികമായി മരിച്ചു. സർക്കാർ അവനൊരു പുതിയ പേരും പുതിയ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും പുതിയ ജീവിത സാഹചര്യങ്ങളും നൽകി. അവന്റെ ഭാര്യ ഡെബ്രയും മക്കളായ കരണും ജെറാർഡും അവനോടൊപ്പം പോയി. അവർക്കെല്ലാവർക്കും പുതിയ പേരുകൾ ലഭിച്ചു. അവർ അരിസോണയിലെ ടെംബെ എന്ന നഗരത്തിലേക്ക് മാറി. ന്യൂയോർക്കിൽ നിന്ന് 2500 മൈൽ അകലെ മരുഭൂമിയുടെ മധ്യത്തിൽ. അരിസോണയിൽ സാമി ജിമ്മി മൊറാൻ എന്ന പേരിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ശ്രമിച്ചു. അവനൊരു നിയമവിധേയമായ ബിസിനസ് തുടങ്ങി. മാരത്തോൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മാണ കമ്പനി. അരിസോണയുടെ ചൂടുള്ള കാലാവസ്ഥയിൽ സ്വിമ്മിംഗ് പൂളുകൾക്ക് വലിയ ഡിമാൻഡുണ്ടായിരുന്നു. ബിസിനസ് വളർന്നു. സാമി വീണ്ടും സമ്പന്നനായി. തുടക്കത്തിൽ പുതിയ ജീവിതം സമാധാനപരമായിരുന്നു. മരുഭൂമിയിലെ സൂര്യപ്രകാശം, നിശബ്ദമായ അയൽപ്പക്കം, സാധാരണക്കാരായ അയൽക്കാർ.
എല്ലാം ബ്രൂക്ലിനിലെ തെരുവുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. സാമി തന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തു, തന്റെ പേരക്കുട്ടികളെ കണ്ടു. ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ജീവിക്കാൻ അവൻ ശ്രമിച്ചു. എന്നാൽ വർഷങ്ങളോളം മാഫിയയുടെ അധികാരവും പണവും അനുഭവിച്ച ഒരാൾക്ക് സാധാരണ ജീവിതം വിരസമായിരുന്നു. അവനൊരു ആക്ഷൻ ആസക്തനായിരുന്നു. അഡ്രിയനാലിൻ, അപകടം, ആവേശം, സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം ആ ആവശ്യം നിറവേറ്റിയില്ല. അവന്റെ ഉള്ളിലെ ബുൾ, അക്രമാസക്തനും നിർക്കരുണനുമായ ആ മനുഷ്യൻ അപ്പോഴും ജീവിച്ചിരുന്നു. പുതിയ ജീവിതത്തിൽ സാമി ആദ്യം നിയമപരമായ വഴികൾ തന്നെ പിന്തുടർന്നു. അവന്റെ കൺസ്ട്രക്ഷൻ കമ്പനി വിജയിച്ചു. എന്നാൽ പഴയ ശീലങ്ങൾ മായാൻ പ്രയാസമായിരുന്നു. അധികനാൾ ആ സമാധാന ജീവിതം തുടരാൻ അവനു കഴിഞ്ഞില്ല. 1990കളുടെ അടുത്ത് സാമി ഗ്രവാനോയും അവന്റെ കുടുംബവും ചേർന്ന് അരിസോണയിലൊരു പുതിയ കുറ്റകൃത്യ ശൃംഖലയ്ക്ക് രൂപം നൽകി. ഇത്തവണ അത് എക്സ്റ്റസി എന്ന മയക്കുമരുന്നിന്റെ വ്യാപാരമായിരുന്നു. 1990കളിൽ എക്സ്റ്റസി അമേരിക്കൻ യുവാക്കളുടെ ഇടയിൽ വളരെ ജനപ്രിയമായിരുന്നു. നൈറ്റ് ക്ലബ്ബുകളിലും റേവ് പാർട്ടികളിലും ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. സാമിയുടെ മകൻ ജെറാർഡും മകൾ കരണും ഈ റാക്കറ്റിന്റെ സജീവ ഭാഗങ്ങളായി. അവർ അരിസോണയിലെ നൈറ്റ് ക്ലബ്ബുകളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്തു. ജെറാർഡ് ഒരു വലിയ മയക്കുമരുന്ന് ശൃംഖല സ്ഥാപിച്ചു. ന്യൂയോർക്കിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും എക്സ്റ്റസി ടാബ്ലറ്റുകൾ അരിസോണയിലേക്ക് കൊണ്ടുവന്നു. സാമി പിന്നിൽ നിന്ന് ഓപ്പറേഷൻ നടത്തി. തന്റെ മാഫിയ അനുഭവം ഉപയോഗിച്ച് ബിസിനസ് സംഘടിപ്പിച്ചു. വിരോധാഭാസമെന്നു പറയട്ടെ, ഒരു കാലത്ത് ഗാംബിനോ കുടുംബത്തിൽ മയക്കുമരുന്ന് വ്യാപാരത്തെ എതിർത്തിരുന്ന അതേ സാമി ഇപ്പോൾ സ്വന്തമായി ഒരു മയക്കുമരുന്ന് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു. പോൾ കാസ്റ്റലാനോയുടെ കാലത്ത് മയക്കുമരുന്ന് കടത്ത് കുടുംബത്തിന് വിലക്കപ്പെട്ടതായിരുന്നു. പിടിക്കപ്പെട്ടാൽ മരണം ഉറപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ സാമി തന്നെ അതേ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. 3 വർഷത്തിനുള്ളിൽ സാമിയുടെ സംഘം ഏതാണ്ട് 30,000 എക്സ്റ്റസി ടാബ്ലറ്റുകൾ വിതരണം ചെയ്തു. ദശലക്ഷങ്ങളോളം ഡോളറും അവർ സമ്പാദിച്ചു. സാമി വീണ്ടും സമ്പന്നനായി ആഡംബര ജീവിതത്തിലേക്ക് മടങ്ങി. എന്നാൽ അവന്റെ ഈ പുതിയ ജീവിതത്തെക്കുറിച്ച് FBI-ക്ക് വിവരം ലഭിച്ചു. അരിസോണയിലെ പ്രാദേശിക പോലീസും DEA-യും ഒരു അന്വേഷണം ആരംഭിച്ചു. അവർ മാസങ്ങളോളം സാമിയെയും അവന്റെ സംഘത്തെയും നിരീക്ഷിച്ചു. ഫോൺ ടാപ്പ് ചെയ്തു, നിരീക്ഷണം നടത്തി, രഹസ്യ ഏജന്റുമാരെ അയച്ചു. ഒടുവിൽ 2000 ഫെബ്രുവരി 24-ന് ഒരു വലിയ റെയ്ഡിൽ സാമി ഗ്രവാനോയും അവന്റെ മകൻ ജെറാർഡും മകൾ കരണും ഭാര്യ ഡെബ്രയും ഉൾപ്പെടെ 40 പേരെ അരിസോണയിലും ന്യൂയോർക്കിലുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത്തവണ സാമി ഒരു ഗവൺമെന്റ് സാക്ഷിയായിരുന്നില്ല, മറിച്ചൊരു പ്രതിയായിരുന്നു. തന്റെ പഴയ ജീവിതം ഉപേക്ഷിക്കാൻ കഴിയാതെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് വീണ്ടും മടങ്ങിപ്പോയ ഒരു മനുഷ്യൻ. ഗവൺമെന്റ് തന്നോട് കാണിച്ച ദയ അവൻ പാഴാക്കി. രണ്ടാമത്തെ അവസരം നശിപ്പിച്ചു. വിചാരണവേളയിൽ പ്രോസിക്യൂട്ടർമാർ വാദിച്ചു. സാമി ഗ്രവാനോയ്ക്ക് 1994-ൽ ലഭിച്ച രണ്ടാമത്തെ അവസരം അവൻ ദുരുപയോഗം ചെയ്തു. ഗവൺമെന്റിനെ സഹായിച്ചതിന് ലഭിച്ച സ്വാതന്ത്ര്യം, കുറഞ്ഞ ശിക്ഷ, പുതിയ ഐഡന്റിറ്റി എല്ലാം അവൻ വലിച്ചെറിഞ്ഞു. മയക്കുമരുന്ന് വിതരണമെന്ന വൃത്തികെട്ട ബിസിനസ്സിലേക്ക് മടങ്ങി. തന്റെ സ്വന്തം മക്കളെപ്പോലും അവൻ ആ ജീവിതത്തിലേക്ക് വലിച്ചിഴച്ചു. 2002 ഒക്ടോബറിൽ സാമി ഗ്രവാനോയെ ന്യൂയോർക്ക് കോടതി 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അവന്റെ മകൻ ജെറാർഡിന് 9 വർഷം ലഭിച്ചു. അവന്റെ മകൾ കരണിന് 3 വർഷം. ഭാര്യ ഡെബ്ര വിവാഹമോചനം നേടി അവനെ ഉപേക്ഷിച്ചുപോയി. ഒരേ വർഷം 2002 അവന്റെ പഴയ ബോസ് ജോൺ ഗോട്ടി ക്യാൻസർ ബാധിച്ച് ജയിലിൽ മരിക്കുമ്പോൾ സാമിയും ഒരു ജയിലറയ്ക്കുള്ളിലായിരുന്നു. വിധി അവരെ രണ്ടുപേരെയും ഒരേപോലെ പിന്തുടർന്നു. വ്യത്യസ്ത വഴികളിലൂടെ, വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട്. എന്നാൽ അവസാനം ഒരേ സ്ഥലത്ത്, ജയിലിന്റെ ഇരുണ്ട മതിലുകൾക്കുള്ളിൽ. ജയിലിൽ കിടക്കുമ്പോൾ സാമി ഗ്രവാനോയ്ക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം ലഭിച്ചു. താൻ തിരഞ്ഞെടുത്ത ജീവിതം, താൻ ചെയ്ത തെറ്റുകൾ, തനിക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ. 19 മനുഷ്യരെ കൊന്ന് ജീവിതമാരംഭിച്ചു, സർക്കാരിനെ സഹായിച്ച് സ്വാതന്ത്ര്യം നേടി, പിന്നെ വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് മടങ്ങി. ഓരോ തവണയും അവൻ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തി. 2017 സെപ്റ്റംബർ 18-ന് ഏകദേശം 17 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം നല്ല നടപ്പ് പരിഗണിച്ച് സാമി ഗ്രവാനോയെ ജയിൽ മോചിതനാക്കി. അപ്പോഴേക്കും അവന് 72 വയസ്സായിരുന്നു. ന്യൂയോർക്കിലെ തെരുവുകളെ വിറപ്പിച്ച ആ ബുൾ, ഗാംബിനോ കുടുംബത്തിന്റെ അണ്ടർബോസ്, ഇപ്പോൾ ക്ഷീണിതനായ ഒരു വൃദ്ധനായിരുന്നു. മുടി നരച്ചു, ശരീരം വളഞ്ഞു, എന്നാൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് സാമി ഗ്രവാനോ ജീവിച്ചിരിപ്പുണ്ട്. 2025-ൽ അവന് 80 വയസ്സ്. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം
അവൻ തന്റെ കഥ പറയാൻ തുടങ്ങി. ഒരു പോഡ്കാസ്റ്റ് അവതാരകനായും യൂട്യൂബറുമായി അവൻ സാൽവറ്റോർ ഗ്രവാനോ എന്ന ചാനൽ നടത്തുന്നു. തന്റെ പഴയ ജീവിതത്തെക്കുറിച്ചും മാഫിയയുടെ ഉള്ളറ രഹസ്യങ്ങളെക്കുറിച്ചും അവൻ തന്റെ കഥകൾ വിശദമായി സംസാരിക്കുന്നു. അവന്റെ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. ചിലർ അവനെ ഒരു ഹീറോ ആയി കാണുന്നു. ജോൺ ഗോട്ടിയുടെ അഹങ്കാരത്തെ തകർത്ത മനുഷ്യൻ, മാഫിയയുടെ രഹസ്യങ്ങൾ ലോകത്തോട് പങ്കുവച്ചവൻ. മറ്റു ചിലർ അവനെ ഒരു ഭീരുവായ ഉറ്റുകാരനായി കാണുന്നു. താൻ വിശ്വസിച്ച സംഘടനയെ ചതിച്ചവൻ, സ്വന്തം രക്ഷയ്ക്കായി തന്റെ കൂട്ടാളികളെ വിറ്റവൻ. എന്നാൽ സാമ്മി ഗ്രവാനോയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. അവൻ ഒരേ സമയം ഒരു വീരനും വില്ലനുമായിരുന്നു. കൂറും വഞ്ചനയും അവന്റെ ജീവിതത്തിന്റെ രണ്ടു വശങ്ങളായിരുന്നു. അധികാരത്തിന്റെ കുടിമുടിയിലേക്കുള്ള അവന്റെ യാത്ര അക്രമത്തിലൂടെയും തന്ത്രങ്ങളിലൂടെയുമായിരുന്നു. അവസാനം അതേ ലോകം അവനെ ഉപേക്ഷിച്ചു. സാൽവട്ടോർ ദ ബുൾ ഗ്രവാനോയുടെ കഥ അമേരിക്കൻ മാഫിയയുടെ ഉയർച്ചയുടെയും താഴ്ചയുടെയും പ്രതീകമാണ്. പണവും അധികാരവും എങ്ങനെ മനുഷ്യനെ മാറ്റുന്നു എന്നതിന്റെയും, കൂറ് എന്ന വാക്കിന് പലപ്പോഴും സ്വാർത്ഥതയുടെ മുഖമൂടി മാത്രമാണുള്ളത് എന്നതിന്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ. ബ്രൂക്ലിനിലെ തെരുവുകളിൽ ഒരു ദരിദ്ര ഇറ്റാലിയൻ കുട്ടിയായി ജീവിതം തുടങ്ങി മാഫിയയുടെ സിംഹാസനത്തിനടുത്തെത്തി അമേരിക്കയിലെ ഏറ്റവും ശക്തനായ ക്രിമിനലുകളിലൊരാളായി, പിന്നീട് ഒരു ഗവൺമെന്റ് വിറ്റ്നസ് ആയി മാറി, വീണ്ടും മയക്കുമരുന്ന് വ്യാപാരിയായി, ജയിലിൽ കഴിഞ്ഞു, ഒടുവിൽ ഇപ്പോൾ ഒരു പോഡ്കാസ്റ്ററായി സമ്മിയുടെ ജീവിതം ഒരു അമേരിക്കൻ ദുരന്തമാണ്. ഇന്ന് തന്റെ അരിസോണയിലെ വീട്ടിൽ മരുഭൂമിയുടെ നിശബ്ദതയിൽ സമ്മി ഗ്രവാനോ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. 19 മനുഷ്യർ, അവരെല്ലാം ആരുടെയോ മക്കൾ, ആരുടെയോ ഭർത്താക്കന്മാർ, ആരുടെയോ പിതാക്കൾ, അവന്റെ കൈകളാൽ മരിച്ചു. അവരുടെ മുഖങ്ങൾ അവനെ വേട്ടയാടുന്നുണ്ടോ? അവൻ പശ്ചാത്താപം തോന്നുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് അവൻ പരസ്യമായി ഉത്തരം നൽകിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്. സാൽവട്ടോർ ദ ബുൾ ഗ്രവാനോയുടെ കഥ അമേരിക്കൻ കുറ്റകൃത്യ ചരിത്രത്തിൽ എന്നേക്കും രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. കൂറും വഞ്ചനയും, അക്രമവും അനുതാപവും, അധികാരവും പതനവും, അവന്റെ ജീവിതം ഈ വൈരുദ്ധ്യങ്ങളാൽ നിർവചിക്കപ്പെടുന്നു. മാഫിയയുടെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിയ ആദ്യ വ്യക്തി സർക്കാരിനെതിരെ തിരിഞ്ഞു, സഹകരിച്ചു എന്ന നിലയിൽ അവൻ ചരിത്രം സൃഷ്ടിച്ചു. ആ തീരുമാനം ജോൺ ഗോട്ടിയെ ജയിലിലാക്കി, ഗാംബിനോ കുടുംബത്തെ തകർത്തു, അമേരിക്കൻ മാഫിയയുടെ അധികാരഘടനയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഒടുവിൽ തന്റെ ഭൂതകാലത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന, എല്ലാം നേടിയതും എല്ലാം നഷ്ടപ്പെട്ടതുമായ ഒരു മനുഷ്യന്റെ കഥയാണ് സമ്മി ഗ്രവാനോയുടെ കഥ. അതാണ് ദ ബുള്ളിന്റെ യഥാർത്ഥ പാരമ്പര്യം.